അപ്പോൾ എഴുതുക 1 യോഹന്നാൻ 2:14. എഴുതിയോ? വാക്യങ്ങളൊക്കെ എഴുതിയല്ലോ. ആ വാക്യവുമായി ബന്ധപ്പെട്ട നാം ചിന്തിപ്പാനായി പോകുന്നത്, ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യൂത്ത് ക്യാമ്പ്, അതിൻ്റെ ഉദ്ദേശം എന്നതാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ക്യാമ്പ്? എന്താണ് ഈ യൂത്ത് ക്യാമ്പിൻ്റെ ഉദ്ദേശം? അത് നാം അറിയണം. ഈ യുവജനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ, ബാല്യക്കാരെ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് യുവജനങ്ങളെ മാത്രമല്ല, ടീനേജ് മുതലുള്ളവരെയാണ് അവിടെ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ബാല്യക്കാരെ, ടീനേജ് മുതൽ. ടീനേജ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് മുതലാണ്? എത്ര വയസ്സ് മുതലാണ് മക്കളെ? ടീനേജ് എന്ന് പറയുന്നത് എത്ര വയസ്സ് മുതലാണ്? ടീനേജുകാർ എത്ര വയസ്സ് മുതലുള്ളവരെ അങ്ങനെ പരിഗണിക്കുക? 11, 13. വെരി ഗുഡ്. 13 മുതൽ എത്ര വരെ ആകാമോ? എത്ര? 35, 19. ഓക്കെ. 13 മുതൽ 19 വരെയാണെന്നാണ് ഇവിടെ കിട്ടിയ ഉത്തരം. വർഷിപ്പ് ടീമുകാരങ്ങനെ പറയുന്നു. നിങ്ങളതിനോട് യോജിക്കുന്നു, വിയോജിക്കുന്നു? ഞങ്ങൾക്ക് യോജിപ്പുമില്ല, വിയോജിപ്പുമില്ല എന്നുള്ളത്. എങ്ങനെ ടീനേജ് കണ്ടെത്തുക? ടീനേജുകാർ 13 മുതൽ 19 വരെയാണെന്നുള്ളത് പറയാനുള്ള കാരണം എന്താ? ആ ടീൻ സൗണ്ട് തന്നെയാണ്. അതാണ് അതിൻ്റെ സംഗതി. ടീൻ സൗണ്ട് തന്നെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ എണ്ണുന്നിടം വരെ ടീൻ സൗണ്ട് ഇല്ല. ടീൻ സൗണ്ട് തുടങ്ങുന്ന പിന്നെ എവിടെയാണ്? 13, 14, 15, 16, 17, 18, 19. അപ്പം തുടങ്ങുന്ന എവിടെയാണ്? 13-ലാണ്. ഒടുങ്ങുന്നത് എവിടെയാണ്? 19-ലാണ്. അതായി ടീനേജ് എന്ന് പറയുന്നത്. വലിയ മർമ്മമൊന്നുമല്ല. ടീനേജ് എന്ന് പറയുന്നത് 13 മുതൽ 19 വയസ്സ് വരെയാണ്. ഇപ്പം ഈ പ്രായം 13 മുതലുള്ളവരെയാണ് യോഹന്നാൻ ഇവിടെ പരാമർശിക്കുന്നത്. ഓ ബാല്യക്കാരെ! ഈ 12 വയസ്സ് വരെ ബാല്യമെന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങ് തള്ളാം. കുഞ്ഞല്ലേ, പോട്ടെ, സാരമില്ല. ഓടിച്ചാടി നടന്ന് തല്ലി പൊട്ടിച്ചു കളഞ്ഞത് 10,000-3000 രൂപ വില പിടിപ്പുള്ള പാത്രമാണ്. ഫ്ലവർ വൈസായിരുന്നു. എന്നാലും നമ്മൾ പറയുന്നു 12-കാരന് ഒരു പരിഗണന കൊടുക്കുന്നു. സാരമില്ല, പോട്ടെ, ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കാം. എന്നാലും കണ്ണൊക്കെ ഒന്ന് ഉരുട്ടി വിരട്ടിയൊക്കെ വിട്ടാലും 13 വയസ്സുകാരി പൊട്ടിച്ച തല്ലു വാങ്ങി. കാരണം 13 വയസ്സെന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ആത്മീയതയുടെ വിചാരങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരും ബോധവതികളുമായി തുടങ്ങുന്നത് ടീനേജ് മുതലാണ്. അതുകൊണ്ട് ബാല്യക്കാരെ, ആ ടീനേജ് എന്നുള്ള ഒരു പ്രയോഗം അവിടെ കാണാൻ കഴിയും. അപ്പം അതിന് താഴെയുള്ളവരും ഇവിടെയുണ്ട്. അവരെ നമുക്ക് പരിഗണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് യൂത്ത് ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ 2 വാക്യങ്ങൾ ഞാൻ തരാം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലെ ഒരു വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 2:10. ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 10. ന്യായാധിപന്മാർ 2:10. പിന്നെ ആ തലമുറയൊക്കെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാതെ വേറൊരു തലമുറ ഉണ്ടായി. അതിൻ്റെ ശേഷം ആദിമ പിതാക്കന്മാരുടെ ദൈവത്തോടു കൂടെ നടന്ന, ദൈവത്താൽ നടത്തപ്പെട്ട് ദൈവം നടത്തിക്കൊണ്ടുവന്ന തലമുറയൊക്കെയും മരിച്ചു. മൺമറഞ്ഞു എന്നല്ല, പിതാക്കന്മാരോട് ചേർന്നു. അതിൻ്റെ ശേഷം ശ്രദ്ധിച്ചു കേൾക്കണം കുഞ്ഞുങ്ങളെ വാക്യം. ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെയും അറിയാത്ത, ആ പദമെന്ന് പറഞ്ഞേ, വേറൊരു തലമുറ കുറിച്ചാണ് ആ വാക്യം. യൂത്ത് ക്യാമ്പിൻ്റെ ഉദ്ദേശം ഞങ്ങൾ പറയാൻ പോവുകയാണ്. ദൈവത്തെ അറിയാത്ത, ദൈവം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ അറിയാത്ത വേറൊരു തലമുറ. ആ തലമുറയാണ് അനദർ ജനറേഷൻ. വേറൊരു തലമുറ. അവർക്ക് ദൈവത്തെ അറിയില്ല, ദൈവം ചെയ്ത പ്രവൃത്തികളെ അറിയില്ല, ദൈവത്തിൻ്റെ നിയമസംഹിത അറിയില്ല, ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായ കൽപ്പനകൾ അറിയില്ല, ചട്ടങ്ങൾ, വിധികളൊന്നും അറിയില്ല. അപ്പം ഇങ്ങനൊരു തലമുറ ദുഷിപ്പിലേക്ക്, അന്യാധീനപ്പെട്ടു പോകും. ദുശീലങ്ങളിലേക്ക്, ദുർഗുണങ്ങളിലേക്ക് അവർ വഴിമാറിപ്പോകും.
അതുകൊണ്ട് ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കേണ്ടതിനാണ് നിങ്ങളെ ആത്മീക വചനങ്ങൾ നൽകി പരിചരിക്കാനായി ഈ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ കോളേജിലെത്തുമ്പോൾ, സ്കൂളിലെത്തുമ്പോൾ, പഠനത്തിനോ ഉപരിപഠനത്തിനോ ഉപജീവനത്തിനോ വേണ്ടി നിങ്ങൾ ദേശം വിട്ട്, വീട് വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സ്നേഹിതരെ വിട്ട് അങ്ങ് ദൂരെ 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 പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ജീവിത സമരമുഖങ്ങളും നിങ്ങൾ ആസ്വദിക്കുവാൻ സാധ്യതയുള്ള ഒത്തിരി ഒത്തിരി ലൗകികതകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ നിങ്ങളെ വിവിധ ഗെറ്റ് ടുഗദറുകൾക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും ചിലതും വെച്ച് നീട്ടുമ്പോൾ വേണോ വേണ്ടയോ, സ്വീകരിക്കാമോ തിരസ്കരിക്കാമോ, കഴിക്കാമോ കഴിക്കരുതോ, അത് ഉടുക്കാമോ ഉടുക്കരുതോ എന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള ആത്മീയ ആർജവത്വം നിങ്ങൾക്ക് ലഭിക്കപ്പെടണം. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു തലമുറയിലേക്ക് പോകും. പ്രാർത്ഥിക്കുന്ന പപ്പായെ നിങ്ങൾ മറന്നുപോകും. പ്രാർത്ഥിക്കുന്ന മമ്മിയെ നിങ്ങൾ മറന്നുപോകും. നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച പാസ്റ്ററങ്കിളിനെ നിങ്ങൾ വിട്ടുപോകും. കാരണം കൂട്ടുകാരുടെ സ്വാധീനത അവർ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യും. വാ വാ വാ, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ കാണാൻ പറ്റൂ, ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ കഴിക്കാൻ പറ്റൂ, ഇതൊക്കെ കുടിക്കുന്നത് ഈ കാലത്തെ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ചുമ്മാ പെന്തക്കോസാന്നൊക്കെ പറഞ്ഞുമ്മ നടക്കാതെ വാ, ഞങ്ങളുടെ കൂടെ പോരെ എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുമ്പോൾ നോ 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 എന്ന് തൻ്റെടമായി പറയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാമ്പിൽ സംബന്ധിച്ച് വചനം കേട്ടേ പറ്റൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഓക്കെ. ആത്മീകതയോട് ചേർന്ന് നിൽക്കണം, അനാത്മീകതയോട് ചെറുത്ത് നിൽക്കണം. വാചകം മനസ്സിലായോ? അനാത്മീകതയോട് എങ്ങനെ നിൽക്കണം മോനെ? ചെറുത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തണം അതിനെ. ആത്മീകതയോട് ചേർന്ന് നിൽക്കണം. അതിന് നിങ്ങൾ ഓജസ്സുള്ളവരായി തേജസ്സുള്ളവരായി മാറേണ്ടതിനാണ് ഈ യൂത്ത് ക്യാമ്പ്. മറന്നു പോകരുത്. ഇനിയും പുതിയ നിയമത്തിലെ വാക്യം എന്ന് പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 40, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മതിയല്ലോ. അപ്പൊ ആദ്യത്തെ വാക്യം ന്യായാധിപന്മാർ 2:10 വേറൊരു തലമുറയിലായി പോകാതിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 2:40 വക്രതയുടെ തലമുറയിലായി പോകാതിരിപ്പാൻ. വക്രതയുടെ തലമുറയിൽ ആകരുത്. വക്രതയുള്ള തലമുറ. 2 വാക്യങ്ങൾ എഴുതിയോ കുഞ്ഞുങ്ങൾ? 2 വാക്യങ്ങൾ കിട്ടിയോ? ഏതൊക്കെയാണ്? ഒന്ന് അപ്പോസ്തല പ്രവൃത്തി, ഇപ്പോൾ വായിച്ച വാക്യം ഇതാ, അപ്പോസ്തല പ്രവൃത്തി 2:40. ന്യായാധിപന്മാർ 2:10 വാക്യം. 2 വാക്യങ്ങളും മറന്നു പോകരുത്. 2 വാക്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ പ്രബോധിപ്പിക്കണം ഈ വാക്യം. ഇന്നൊരു അവധിയായിട്ട് നിങ്ങൾ എന്നത്തിന് യൂത്ത് ക്യാമ്പൊക്കെ ആയിട്ട് പോയെന്നൊക്കെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ യൂത്ത് ക്യാമ്പ് എന്തിനായിരുന്നു എന്നുള്ളത് അവരോട് നിങ്ങൾ തെര്യപ്പെടുത്തണം. ഇത് വേറൊരു തലമുറയിലേക്ക് പോകാതിരിക്കുകയാണ്. എൻ്റെ പപ്പായും മമ്മിയും കണ്ടെത്തി എൻ പിതാവിൻ ദൈവത്തെ ഞാൻ മറക്കാതിരിക്കുക. ഓക്കെ. എന്നെ ആത്മീയമായി പരിചരിച്ച ഞങ്ങളുടെ ആത്മീക ശുശ്രൂഷക വൃന്ദങ്ങളെ ഞാൻ മറക്കാതിരിക്കാൻ, ആത്മീയമായ ആ പ്രബുദ്ധതയോടെ ഞാൻ നിലകൊള്ളാൻ. മാത്രമല്ല ഈ ലോകത്തിൻ്റെ വക്രത, ഇന്നലെ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. സത്യദൈവത്തെ നിഷേധിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരു അധമ സംസ്കാരത്തിൻ്റെ പിടിയിൽ ഞാൻ ആയിപ്പോകാതിരിക്കാൻ ആണ് യൂത്ത് ക്യാമ്പ് ഞങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനതിന് പോയതെന്ന് അവരോട് ധൈര്യമായി പറയണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ, നമുക്കാവശ്യമില്ലാത്ത ശീലങ്ങളോട് ഏകീഭവിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയുള്ള ആത്മീയ ആരോഗ്യം കിട്ടാനാണ് യൂത്ത് ക്യാമ്പുകളിലും ആരാധനകളിലും സംബന്ധിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് നിർബന്ധം പറയുന്നത്. മനസ്സിലായല്ലോ അത്തരം കാര്യങ്ങൾ? ഓക്കെ. ഇനി അടുത്തത്, ദൈവസഭയിൽ ഉള്ള 3 വിഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ദൈവസഭയിലെ 3 വിഭാഗം ആളുകളെ. നമ്മുടെ സഭയിൽ 3 കൂട്ടം ആളുകളുണ്ട്. 3 കൂട്ടം ആളുകൾ.
മൂന്ന് കൂട്ടം ആളുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ആത്മീകൻ, ജഡീകൻ, പ്രാകൃതൻ എന്നൊക്കെ ഉള്ളതായിരിക്കും. അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല പറയുമ്പോൾ. സഭയുടെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നിരന്നിരിക്കുന്ന ജനതയെ നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളിൽ തിരിക്കാം. അതവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. മനസ്സിലായോ? മൂന്ന് കൂട്ടം ആളുകളുണ്ട്. ഏതൊക്കെയാണ് ആ മൂന്ന് കൂട്ടം ആളുകൾ? സഭയിലെ മൂന്ന് വിഭാഗം ആളുകൾ എന്നെഴുതിയിട്ട് താഴോട്ട് 1, 2, 3 എന്നെഴുതണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് വയോധികരാണ്. വയോധികർ, ഓൾഡ് വൺസ്, പ്രായം ഉള്ള ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. പ്രായമുള്ള ആളുകൾ, ഓൾഡ് വൺസ്, പ്രായമുള്ളവർ. അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കണ്ടിട്ടില്ലേ? പ്രായമുള്ള ആളുകൾ, നരച്ച തലയുള്ള കുറേ ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. ഓൾഡ് വൺസ് എന്ന് നിങ്ങൾ എഴുതിയെങ്കിൽ, വയോധികർ എന്നെഴുതിയെങ്കിൽ അവരുടെ നേരെ എഴുതിക്കണം, ആ വാചകത്തിന് നേരെ എഴുതിക്കണം, ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്. ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാലത്തിൻ്റെ മഹത്വമായവർ. ഭൂതകാലത്തിൻ്റെ മഹത്വമായവർ, അതാണ് ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സഭയിലുള്ള പഴയ ആളുകൾ എങ്ങനെയുള്ളവരാ? ഭൂതകാലത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ, ദുഃഖ ദുരിതങ്ങളുടെ കാലത്തും ദൈവസഭയുടെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി കരുതലോടെ, കരുത്തോടെ, വിശുദ്ധിയോടെ, ധൈര്യത്തോടെ നിലകൊണ്ട ആളുകളാണ് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നല്ല വീടുകളും നല്ല വാഹനങ്ങളും നല്ല ജീവിത സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്തും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തമായി നിന്നവരാണവർ. ഒരു സ്തോത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞ സമ്മതിക്കുന്നുണ്ടോ? അവരോട് പിണങ്ങരുതൊരിക്കലും, അവരെ വെറുപ്പിക്കരുതൊരിക്കലും, അവരെ ഒഴിവാക്കരുത് ഒരു കാര്യത്തിനും. അവരുടെ ആലോചന തേടണം. അവരെ കർത്താവിനെ നമ്മളറിയുന്നതിന് മുമ്പേ അറിഞ്ഞവരും നമ്മൾ അനുഭവിക്കുന്നതിന് മുമ്പേ അനുഭവിച്ചവരും ഒരർത്ഥത്തിൽ നമ്മളെയൊക്കെ ഈ വഴിയിലൂടെ നടത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് വെളിച്ചം തന്നവരുമാണ്. വല്യമ്മച്ചിയുടെ പ്രാർത്ഥന ഓർക്കുന്നുണ്ട്. വല്യപ്പച്ചൻ്റെ പ്രാർത്ഥന കൊച്ചുമക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയുന്ന കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ നമ്മുടെ ആത്മപ്രകാശങ്ങളാണ്. നിങ്ങൾ രാത്രിയിൽ നടന്നു പോകുമ്പോൾ വഴിവിളക്കുകൾ വീഥികളിലുള്ളതുപോലെ നമ്മുടെ വിശ്വാസ വീഥിയിലെ വഴിവിളക്കുകളാണ് നമ്മുടെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. കുഞ്ഞുമക്കളാരും അവരോട് പിണങ്ങരുത്. വല്യപ്പച്ചനോടും വല്യമ്മച്ചോടും ഒന്നും വഴക്കുണ്ടാക്കരുത്. അവർ പറയുന്നത് അനുസരിക്കണം. അവരുടെ അരികിൽ പോയിരിക്കണം അല്പസമയം. അവരിൽ നിന്ന് കേൾക്കണം. അവരനുഭവ സമ്പത്ത് ഒത്തിരി ഉള്ളവരാണ്. വെറുതെ കുറേ മുത്തശ്ശി കഥകൾ മാത്രമല്ല, അവരുടെ അനുഭവങ്ങൾ കേൾക്കണം. പട്ടിണിയുടെ കാലത്ത്, ജോലിയില്ലാതിരുന്ന കാലത്ത്, ഇതുപോലെ നല്ലൊരാലയമില്ലാതിരുന്ന കാലത്ത്, ചാണകം മെഴുകിയ തറയിൽ അരികെ കയറിയ പുൽപ്പായിട്ടുകൊണ്ട് അവർ പ്രാടി ആരാധിച്ച ആ നല്ല കാലത്തിൻ്റെ അനുഭവങ്ങളെ കേൾക്കണം. ആ അനുഭവങ്ങളെ കേട്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ നന്മകളുടെ വലിപ്പം തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെ ഒരു അമ്മച്ചി ഉണ്ടായതാണ്, ഇങ്ങനെ ഒരു അപ്പച്ചൻ ഉണ്ടായതാണ് ഞങ്ങളുടെ വീടിന് പ്രകാശമെന്ന് അറിഞ്ഞ് അവരെ ആദരിക്കണം. അപ്പം സഭയിലെ ഒന്നാമത്തെ കൂട്ടരാരാണ്? വയോധികർ അഥവാ പ്രായമായവർ. അവരെ ഒഴിവാക്കരുത്. നിങ്ങളുടെ വീട്ടിലെ ഏത് കാര്യത്തിനും അവരോട് ആലോചന ചോദിക്കണം. അമ്മച്ചി എന്ത് പറയുന്നു, അപ്പച്ചൻ എന്ത് പറയുന്നു എന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ ആലോചന പ്രകാരം ചെയ്യണം. ഇനിയും രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് യുവത്വങ്ങളാണ്. അതായത് വാർദ്ധക്യം ഒന്നാമത്തേത്. രണ്ടാമത്തേത് ചെറുപ്പക്കാർ, അതായത് യങ്സ്റ്റേഴ്സാണ്. യുവചേതന, യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ഒരുപറ്റം ആളുകളുണ്ട്. യുവചേതന, യൂത്ത് എന്ന് നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. അവരാണ് സഭയുടെ പുരോഗമനങ്ങൾക്ക് വേണ്ടി ഓടുന്നതും ചാടുന്നതും ഒക്കെ പ്രവർത്തിക്കുന്നതും. ഒരു യോഗമുണ്ടായാൽ, കൂട്ടമുണ്ടായാൽ അതിനു വേണ്ടുന്ന സമസ്ത കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നതവരാണ്. അപ്പച്ചന്മാരും അമ്മച്ചമാർക്കും ഇന്ന് ചെയ്യാൻ പറ്റില്ല. അവർ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് ശാരീരിക ക്ഷീണം കൊണ്ട് അവർക്കത് ചെയ്യാനാവില്ല. അതിന് പകരം ചെറുപ്പക്കാരാണ് അത് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും പാസ്റ്ററെ കൊണ്ടുവരാനും, അങ്ങ് എവിടെയാണോ വണ്ടി ഇറങ്ങിയത് അവിടെ പോയി കൊണ്ടുവരാൻ ഒരു അപ്പച്ചനെ അല്ല നമ്മൾ വിടുക. അതിന് ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പുള്ളവരെ വിടുക. വയ്ക്കാനും വിളമ്പാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ഒരുപറ്റം ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്.
നമ്മളവരെ മധ്യവയസ്കരെന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ മാറ്റുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ യൂത്ത്സ് എന്ന ഒറ്റ കാറ്റഗറിയിൽ പെടുത്തുകയാണ്. ഓക്കെ, അവരാണ് ദൈവസഭയുടെ കാര്യാദികൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഓൾഡ് വൺസിന് നേരെ നിങ്ങൾ എഴുതിയത് ഗ്ലോറി ഓഫ് ദ പാസ്റ്റ് എന്നാണെങ്കിൽ, യൂത്ത്സിന് നേരെ നിങ്ങൾ എഴുതേണ്ടത് ദ പവർ ഓഫ് ദ പ്രസൻറ്റ് എന്നതാണ്. വർത്തമാനകാലത്തിൻ്റെ ശക്തി, പവർ ഓഫ് ദ പ്രസൻറ്റ്. കണ്ടില്ലേ, ഒരു മ്യൂസിക് ടീമിനെ നമ്മൾ ക്രമീകരിച്ചപ്പോൾ യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ് മൈക്കും പിടിച്ച് വാദ്യോപകരണങ്ങളുമായി നമ്മുടെ മുമ്പിലിരിക്കുന്നത്. കണ്ടില്ലേ, അതിനകത്തൊരൊറ്റ അമ്മച്ചി അപ്പച്ചന്മാരില്ല, എല്ലാവരും യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ്. ഓക്കെ, അപ്പം പാടാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും മറ്റു തര കാര്യങ്ങൾക്കെല്ലാം യുവത്വത്തിൻ്റെ ചേതനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മളൊരു വിശേഷണം കൊടുക്കുന്നത്. എന്തെന്നാണ്? പവർ ഓഫ് ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൻ്റെ ശക്തി. ഓക്കെ, സഭയെ വർത്തമാനകാലത്തിൽ ശാക്തീകരണത്തിലേക്ക്, പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാൻ അവരെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം യുവജനങ്ങൾ സഭയുടെ ശാക്തീകരണമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി നോക്കിക്കേ, ആദ്യം ഞാൻ പറഞ്ഞ ഈ പ്രായമായവരും, രണ്ടാമത് പറഞ്ഞ ഈ യുവചേതനയും. പ്രായമായവരുടെ കയ്യിൽ അറിവുണ്ട്, യുവാക്കന്മാരുടെയും യുവതികളുടെയും കയ്യിൽ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രായമായവരുടെ കയ്യിൽ എന്തോ ഉണ്ട്? അറിവുണ്ട്. ചെറുപ്പക്കാരുടെ കയ്യിൽ എന്തോ ഉണ്ട്? ആരോഗ്യമുണ്ട്. ഈ അറിവും ആരോഗ്യവും കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ടാൽ കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് പോകുമെന്ന് നോക്കിക്കേ. അപ്പം എന്തും ചെയ്യാൻ എൻ്റെ കയ്യിൽ ആരോഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ചെറുപ്പക്കാർ ചാടി ഇറങ്ങി ചെയ്യാൻ നിൽക്കരുത്. ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? പ്രായമുള്ളവരോട് ചോദിക്കണം. ഹൗ ടു ഡു, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിക്കണം. അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് യുവാവും യുവതിയും അവരുടെ ആരോഗ്യം പ്രയോജനപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രായമായവരുടെ അറിവ് നമ്മൾ നേടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. നമ്മുടെ ആരോഗ്യം കൊണ്ട് അവർ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പം സഭയുടെ സുഗമമായ വിജയപ്രദമായ നടത്തിപ്പിന് പ്രായമായവരും ചെറുപ്പക്കാരും കൂടെ ഒരുമിച്ച് നിൽക്കണം, ഒരു ട്രാക്കിൽ നിൽക്കണം. പല സഭകളിലും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമായവരെ ചെറുപ്പക്കാർ അടുപ്പിക്കത്തില്ല. അവരെ കസേരയൊക്കെ ഇട്ട് കൊടുത്തൊരു മൂലയ്ക്ക് അങ്ങ് ഒതുക്കും. അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെ ഇരുന്നോ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. വേറെ ചില സഭയിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപ്പക്കാരെ ആരെയും പ്രായമായവർ അടുപ്പിക്കത്തില്ല. എടാ നിങ്ങളൊക്കെ പിള്ളേരാ പൊക്കോ, ഞങ്ങൾ ചെയ്തോളാമെന്നും പറഞ്ഞ് ഒന്നും ആവതില്ലെങ്കിൽ അവർ തന്നെ കയറി ചെയ്യും. രണ്ടും പ്രശ്നമാവും. അപ്പം അത് വരാതിരിക്കേണ്ടതിന് പ്രായമായ അപ്പച്ചന്മാരുടെയും അമ്മച്ചന്മാരുടെയും കയ്യിൽ നിന്ന് അറിവ് സമ്പാദിച്ചുകൊണ്ട് ചെറുപ്പക്കാർ ചെയ്യണം. അപ്പം പ്രായമായവരും ചെറുപ്പക്കാരും കൂടെ ഒരുമിച്ച് ക്ലബ്ബാകണം. അപ്പോഴേ സഭ അതിൻ്റെ പുരോഗതിയിലേക്ക് വരികയുള്ളൂ. ശലോമോൻ്റെ മകനായ രഹബയാം ഇസ്രായേൽ ഭരിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവൻ ചോദിച്ചത് ചെറുപ്പക്കാരോടാണ്, പ്രായമുള്ളവരോടല്ല. പെട്ടകം ചുമന്നിട്ട് തോളിൽ തഴമ്പുള്ള അപ്പച്ചന്മാരെ ഒഴിവാക്കിയിട്ട് ഇവൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചെറുപ്പക്കാരോട് ചോദിച്ചു എങ്ങനെ ചെയ്യണം. അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പച്ചന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനൊന്നും അല്ല മോനെ, ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിൻ്റെ അപ്പനായ ദാവീദ് ചെയ്തത് ഇങ്ങനെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു, നമുക്കങ്ങനെ ചെയ്യാം. അതവൻ ഇഷ്ടമായില്ല. ചെറുപ്പക്കാർ പറഞ്ഞത് കേട്ടുകൊണ്ട് അവൻ ചെയ്തു. ഒടുവിൽ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു. വടക്കേ രാഷ്ട്രം ഇസ്രായേൽ, തെക്കേ രാഷ്ട്രം യഹൂദ. ശലോമോൻ്റെ മകൻ ചെറുപ്പക്കാരുടെ മാത്രം വാക്കുകേട്ട് പ്രവർത്തിച്ചു. പ്രായമായ പക്വതയുള്ള ഇരുത്തം വന്നവരുടെ വാക്കുകളെ നിഷേധിച്ചു. അതാണ് ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടാൻ അനുഭവസമ്പത്തുള്ള മാതാപിതാക്കളോടൊപ്പം നിൽക്കണം ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. അപ്പം രണ്ട് കൂട്ടരായി. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് സഭയിൽ. ആരാന്ന് പറയാമോ? ശിശുക്കൾ. ഉണ്ടോ? ഒരെണ്ണം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടോ? ഈ പരിപാടിയെല്ലാം ഇവിടെ നടക്കുമ്പോഴും ഇതൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അതുവഴി ഇതുവഴിയൊക്കെ നടക്കും. ദൈവം ഒരെണ്ണം അപ്പുറത്തിരിക്കുന്നുണ്ടോ? ശിശുക്കൾ. അത് മേളോട്ടൊക്കെ നോക്കി വട്ടം തിരിഞ്ഞൊക്കെ ഇരിക്കുക. എഴുതുന്നുമില്ല, കേൾക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ. അപ്പം ഈ മുൻനിര പോരാളികൾ സഭയുടെ മുമ്പിൽ അവരിങ്ങനെ ഉണ്ടാവും. പ്രസംഗം അവർക്ക് ഇഷ്ടമല്ല, മറ്റു കാര്യങ്ങളൊന്നും അവരിടപെടുന്നില്ല. പിന്നെ ഈ തൂക്കുവിളക്കും കറങ്ങുന്ന ഫാനും അതും ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവരാണ് സഭയിലെ മൂന്നാമത്തെ കൂട്ടർ. അവരെ എന്തോ വിളിക്കാം? ശിശുക്കൾ എന്ന് പറയുന്നു. പക്ഷേ
വിരട്ടരുത്, പിണക്കരുത്, അവരെ ചേർത്ത് നിർത്തിക്കോണം. ഇന്ന് ആരാധനയ്ക്കിടയിൽ അവർ അലക്ഷ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, ഇറങ്ങിപ്പോന്നു, വരുന്നു. മമ്മിക്കും അസ്വസ്ഥത, പപ്പായ്ക്കും അസ്വസ്ഥത, ആകെപ്പാടെ വല്ലാത്ത കുഴപ്പമാണ്. ചില സഭയിൽ, ഞങ്ങളുടെ ചർച്ചിനകത്തൊക്കെ ഒരു ചൂരലുണ്ട്. പാസ്റ്റർ പറഞ്ഞാലൊന്നും നിർത്തത്തില്ല, ആര് പറഞ്ഞാലൊന്നും. ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കാമെങ്കിൽ ശാന്തമാകും കുറേ നേരത്തേക്ക്. അപ്പം ഞങ്ങളുടെ ചർച്ചിലിപ്പോൾ 2 പാസ്റ്റർ, എന്നെ കൂടാതെ ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്റർ ചൂരൽ അവിടെയുണ്ട്. അത് ഈ മുൻനിര പോരാളികൾക്ക് വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി എടുത്തുനിന്ന് കാണിക്കുമ്പോഴേ അവരെ ശാന്തരാകുകയും. പക്ഷെ അതുകൊണ്ട് നമുക്കവരെ പിണക്കാനൊന്നും പറ്റത്തില്ല. സഭയിലെ 3ാമത്തെ ഗ്രൂപ്പാണവർ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ. ആ ശിശുക്കൾ എന്നെഴുതിയെങ്കിൽ അതിൻ്റെ നേരെ നിങ്ങൾ എഴുതണം ദ ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയുടെ വാഗ്ദാനങ്ങളാണവർ. ഇന്ന് തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കും ഇതിനകത്തിരുന്ന്. സൺഡേ സ്കൂള് എൻ്റെ നോട്ട് എഴുതാൻ കൊടുത്ത ബുക്കിനകത്ത് കുട്ടൂസൻ്റെയും മായാവിയുടെയും ലുട്ടാപ്പിയുടെയൊക്കെ പടമൊക്കെ വരച്ച് അത് മടക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, ഇരിക്കാൻ കൊടുത്ത പായുടെ സൂത്രം വലിച്ചിളക്കി ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വില്ലൻ താരങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷേ അവരെ നമ്മൾ വിരട്ടണ്ട, പിണക്കണ്ട. അവർ നാളെ ഈ സഭയിലെ പ്രധാന താരങ്ങളായി വരേണ്ടവരാ. അതാണ് ദ ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നാളത്തെ ഭാവി അവരുടെ കയ്യിൽ, നാളത്തെ സഭ അവരുടെ കയ്യിലേക്കാണ് വരാൻ പോകുന്നത്. ചെറുപ്പക്കാരെല്ലാവരും അപ്പച്ചന്മാരുടെ സ്ഥാനത്തേക്ക്, അമ്മച്ചിമാരുടെ സ്ഥാനത്തേക്കൊക്കെ മാറുമ്പം പിന്നെ യൂത്തിൻ്റെ സ്ഥാനത്തേക്ക് ഈ മുൻനിരക്കാരാണ് വരുന്നത്. അവരുടെ കയ്യിലേക്ക് കാര്യങ്ങൾ വരാൻ പോവുക. മനസ്സിലായില്ലേ? കർത്താവ് വരാൻ ഒരു 10, 20, 30 കൊല്ലം കൂടെ താമസിച്ചാൽ ഈ കുരുന്നുകൾ ഈ സഭയിലെ പ്രധാന താരങ്ങളായി മാറും. എത്ര പേർക്ക് ആ ഭാവി പ്രത്യാശയുണ്ട്? യെസ്. അപ്പോൾ ഈ 3 കൂട്ടർ സഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് സഭയിലെ യോഗങ്ങൾ ഈ 3 കൂട്ടർക്കും വേണ്ടിയും കൂടി ആകണം. അതാ ഞാൻ പറഞ്ഞ് സമർത്ഥിക്കാൻ പോകുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം കിഡ്സ് ചർച്ച് നടത്തണം. പ്രിയമകനൊക്കെ അതിന്, ഇവിടെ ഇരിക്കുന്ന പലരും അതിന് കഴിവുള്ളവരാകാം. കിഡ്സ് ചർച്ച് എന്നും പറഞ്ഞൊരു സംഗതി ഉണ്ട്. മോനെ, ഞാൻ പറയുന്നത് കേട്ടോ, കിഡ്സ് ചർച്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. തീരെ ഇളമുറക്കാരെ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ആക്ഷൻ സോങ്ങും അതും ഇതുമൊക്കെയാണ്. പക്ഷേ അവരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. കിഡ്സ് ചർച്ച് ഈ യൂത്ത് ക്യാമ്പ് നടത്തുന്നതിനകത്ത് അവർക്കതൊന്നും പിടികിട്ടത്തില്ല. ഈ പറയുന്ന കാര്യം ന്യായാധിപന്മാർ 2:10 അവർക്ക് മനസ്സിലാകത്തില്ല. വക്രതയുടെ തലമുറയെന്നൊന്നും പറഞ്ഞാൽ അവർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ചില മാജിക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില ആക്ഷൻ സോങ്ങുകളോ കഥകളോ ഒക്കെ, ചിത്രരചന അടക്കമുള്ള സംഗതികളൊക്കെ ചെയ്ത് ക്രിസ്തു സ്നേഹത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ സഭയിലെ 3ാമത്തെ ഗ്രൂപ്പായ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ക്യാമ്പയിൻ നടത്തണം. അത് വല്ലപ്പോഴുമൊക്കെ നടത്തണം. യൂത്ത്സിന് വേണ്ടി മറ്റൊന്ന്, അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തണം. അങ്ങനെ സഭയിലെ 3 ഗ്രൂപ്പ് ആളുകൾക്ക് വേണ്ടി സഭയിലെ 3 സമ്മേളനങ്ങൾ ഇടതടവില്ലാതെ നടന്നു പോകണം. സഭായോഗത്തിലും കാത്തിരിപ്പ് യോഗത്തിലും കൺവെൻഷനിലും ഇവരെല്ലാവരും ഉണ്ട്. സംഭവം ശരിയാണ്. പക്ഷെ ഒരു പ്രസംഗകന് ഈ 3 കൂട്ടരെയും കൂടെ മുൻപിൽ കണ്ടുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സന്ദേഹമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൂടെ ബോധ്യമാകത്തക്ക നിലയിൽ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം എന്തായിരുന്നു? സത്യദൈവ നിഷേധം. 2 വയസ്സുകാരനും LKG UKGക്കൊന്നും അത് മനസ്സിലാകത്തില്ല. കർത്തൃത്വ നിഷേധം എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. 1, 2, 3 ക്ലാസ്സുകളിലൊന്നും പഠിക്കുന്നവർക്കത് മനസ്സിലാകില്ല. അപ്പം അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ നമ്മൾ തന്നെ ഒരു സിലബസ് ഉണ്ടാക്കണം. അതാണ് എൻ്റെ കാര്യം. അതുപോലെ തന്നെ പ്രായമായവർക്ക് വേണ്ടി മാത്രം ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കണം. അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കും വേണ്ടി മാത്രം. വാർദ്ധക്യത്തിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്നുള്ള കാര്യം അവർ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കണം. അതിന് പക്വതയും പാകതയും ഇരുത്തം വന്നിട്ടുള്ള ദൈവദാസന്മാർ, ദൈവദാസിമാരൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് ആലോചനകൾ കൊടുക്കണം. 99 വയസ്സായ കാലത്ത് അബ്രഹാമിന് യഹോവയായ ദൈവം പ്രത്യക്ഷമായി. അങ്ങനെ ഒരു വാക്യമുണ്ട്, കണ്ടിട്ടുണ്ടോ? 99 വയസ്സായപ്പോൾ. അപ്പോൾ 99 വയസ്സുകാരനെയും ദൈവത്തിന് പരിഗണനയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുന്നു പ്രായമായ അപ്പച്ചൻ, അപ്പച്ചനെയൊക്കെ യോഗത്തിന് കൊണ്ടുപോയിട്ട് എന്നാ ചെയ്യാൻ, അപ്പച്ചൻ വീട്ടിൽ ഇരിക്കും, ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് വരാമെന്ന്. ഒരിക്കലും അങ്ങനല്ല. വീട്ടിൽ കാവൽക്കാരായിട്ട് അപ്പച്ചനെ അമ്മച്ചിയെ ഇരുത്തിയിട്ട് നമ്മൾ മിടുക്ക് കളിച്ച് ഇങ്ങോട്ട് ആരാധനയ്ക്ക് പോന്നാൽ പോരാ. എടുത്തോണ്ടാണെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരണം. അവർക്ക് വേണ്ടി കാർ ഓടേണ്ട വന്നാൽ കാർ ഓടിക്കണം സഭ. അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും ആലയത്തിൽ കൊണ്ടുവരണം. അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പ് ക്രമീകരിക്കണം. വാർദ്ധക്യത്തിലെത്തിയാൽ
വാർദ്ധക്യത്തിലെത്തിയ ഒരമ്മച്ചി, വാർദ്ധക്യത്തിലെത്തിയ ഒരപ്പച്ചൻ എങ്ങനെ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട് ഒക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ബോധവൽക്കരിക്കാൻ സഭ ഇങ്ങനെ 3 പ്രോഗ്രാം നടത്തണം. ഏതാ 3 പ്രോഗ്രാം? 3 ഒത്തിരി പ്രോഗ്രാമുണ്ട്. വാർദ്ധക്യത്തിലെത്തിയവർക്ക് വേണ്ടി ഒന്ന്, യുവത്വങ്ങൾക്ക് വേണ്ടി മറ്റൊന്ന്, തീരെ ശിശുക്കൾക്ക് വേണ്ടി കിഡ്സ് ചർച്ച് അതിൻ്റെ പ്രോഗ്രാം 3. മാത്രമല്ല ഈ ഭാര്യമാരെ മാത്രം കൂട്ടിയിരുത്തി യോഗം നടത്തണം. ഭാര്യമാർ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുമ്പോൾ ഭാര്യയുടെ കടപ്പാടെന്താ, കർത്തവ്യങ്ങളെന്താ, സമർപ്പണമെന്താ, ഉത്തരവാദിത്വങ്ങളെന്താ എന്ന് ഭർത്താവ് കേൾക്കാതെ, കുഞ്ഞുങ്ങൾ കേൾക്കാതെ ഭാര്യമാർ മാത്രം അറിയണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ മാത്രം കൂട്ടണം. ഭാര്യ എങ്ങനെ സ്നേഹിക്കണം, ഭാര്യയുടെ കടപ്പാടുകൾ എങ്ങനെ നിർവഹിക്കണം, അവളോട് എങ്ങനെ ആയിരിക്കണം എന്നിത്യാദി വസ്തുത കല്യാണത്തിന് കേട്ടതാ. കല്യാണത്തിന് നാണം കുണുങ്ങി സ്റ്റേജിലിരുന്ന് കേട്ടോണ്ടിരുന്നപ്പോൾ എല്ലാം ഒന്നും മനസ്സിലായതുപോലുമില്ല. മനസ്സിലായോ? എല്ലാവരും ഇങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും മാത്രം നോക്കി പെണ്ണിൻ്റെ സാരിയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കേട്ട പ്രസംഗമൊന്നും ശരിയായി മനസ്സിലായിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ അന്ന് അവർ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും കുടുംബജീവിതം തുടങ്ങിയതിന് ശേഷം ഭർത്താക്കന്മാർ തിരിച്ചറിയണം. അതിന് അവരെ മാത്രം കൂട്ടണം. മനസ്സിലായില്ലേ? എന്നിട്ട് സകല മക്കളെയും കൂട്ടണം. മാതാപിതാക്കളോട് എങ്ങനെയാകണം, മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കണം, അങ്ങനെ സഭയ്ക്ക് ഒത്തിരി പ്രോഗ്രാമുണ്ട്. നമുക്കാകപ്പാടെ സഭായോഗമുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, പിന്നെ കാത്തിരിപ്പ് യോഗമുണ്ട്. ഇങ്ങനെ 1-2 പ്രോഗ്രാം. പിന്നെ യുവജനങ്ങളുടെ ചെറുകഥയും ഉപന്യാസവും വാക്യ മത്സരവും അങ്ങനെ ഇടപാടും മാത്രമേ ഉള്ളൂ. പക്ഷേ സഭയിലെ വിവിധ വിഭാഗം ആളുകളെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ക്രമീകരിക്കുമ്പോൾ അതവർക്ക് കൂടുതൽ ആത്മീയ ഉത്തേജനവും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ അവർക്ക് കാരണവുമായി തീരും. നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് യൂത്ത് ക്യാമ്പ് ക്രമീകരിക്കുന്നതിൻ്റെ പ്രധാനമായ ഇതിനകത്തൊരു പ്രായവുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രൂപ്പ് നിർണയം തന്നെ ഉണ്ടാകണം. മുമ്പേ പറഞ്ഞ പോലെ തീരെ പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റണം. 13 മുതൽ അങ്ങോട്ട് യുവാക്കളായ യുവതികളായവർക്ക് വേണ്ടി മാത്രമായി ക്രമീകരിക്കണം. ജീവിതത്തിൻ്റെ നേരെ ഉയർന്നു വരുന്ന വിശ്വാസ സംഹിതകളെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവരെ ലോകം പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനെതിരെ അവരെങ്ങനെ നിൽക്കണമെന്നൊക്കെ ഉള്ളത് അവരെ മാത്രം പറഞ്ഞ് ബോധ്യമാക്കണം. കാരണം സഭയിൽ വരുമ്പോൾ എല്ലാവരും ആത്മീയരായിട്ട് ഒരുമിച്ച് കൂട്ടിയിണങ്ങി പോകുമ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ വേറെയാണ്, കൂട്ടുകാരികൾ വേറെയാണ്. ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോൾ സംവിധാനം വേറെയാണ്, അവിടുത്തെ സാഹചര്യം വേറെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നറിയാനുള്ള ചിന്തകൾ അവർക്ക് അവിടെ അവർക്കത് പ്രയോജനമാകാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അവർക്ക് കൊടുക്കണം. ഓക്കെ, ഞാൻ മുഖവരയിൽ നിന്ന് വിടകൊള്ളുകയാണ്. അപ്പം നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലായി, അതിൻ്റെ ഉദ്ദേശം മനസ്സിലായി, അതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് ബോധ്യമായി എന്ന് ഞാൻ കരുതുകയാണ്. സഭ ഇങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളടക്കം എല്ലാവരെയും ആത്മീയ കാര്യങ്ങളിൽ മുതിർന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളാരും അന്യാധീനപ്പെട്ടു പോകരുത്. നിങ്ങൾക്കറിയാമോ, ശമൂവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. അറിയാമല്ലോ എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കറിയാമോ ശമൂവേലിനെ അറിയാമോ? ഏത് ശമൂവേൽ? ശമൂവേൽ അപ്പച്ചൻ്റെ കാര്യമല്ല പറയുന്നത്. ബൈബിളിലെ ശമൂവേലിനെ അറിയാമല്ലോ. അറിയാം. പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, ന്യായാധിപനായിരുന്നു. കണ്ടോ, ഒരാൾ 3 തസ്തികകളിലാണ് ശോഭിച്ചത്. ആരൊക്കെയായിരുന്നു മക്കളെ? ശമൂവേൽ ആരൊക്കെയായിരുന്നു? പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ. ഉത്തരവും ചോദ്യമല്ല, ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. ശമൂവേൽ ആരായിരുന്നു? ഹലോ, ശമൂവേൽ ആരായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ. 3 തസ്തികകളിലാണ് ശമൂവേൽ ശോഭിച്ചിരുന്നത്. ഏതാണ്ടൊരു 80-85 കൊല്ലം. എഫ്രൈം മലനാട് മുഴുവനും സന്ദർശിച്ച്, യഹൂദാദേശം മുഴുവനും സഞ്ചരിച്ച്, യെരൂശലേം, ഇസ്രായേൽ ദേശം, അങ്ങ് ദാൻ മുതൽ ബേർശേബ വരെ വടക്ക് തെക്ക്, മഹാസമുദ്രം മുതൽ മഹാമരുഭൂമി വരെ കിഴക്ക് വടക്ക് നടന്ന് ന്യായപാലനം ചെയ്ത, പുരോഹിത ശുശ്രൂഷ ചെയ്ത, പ്രവചന ദൂതുകൾ കൊടുത്തൊരു മനുഷ്യനാണ്. 85-ലധികം വർഷങ്ങൾ. ഇനി കേൾക്കണം, ശ്രദ്ധിച്ചേ. ഇത്രയും വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ഇദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ, വയസ്സായപ്പോൾ നാട്ടുകാർ വന്ന് പറയുക, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം. അപ്പം ചോദിച്ചു, അതെന്നെ ഞാനുണ്ടല്ലോ ഇപ്പം, പിന്നെന്തിനാ രാജാവിന്?
അപ്പൊ ജനം പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു. നീ വൃദ്ധനായി എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്ന വാചകം, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. കണ്ടോ, നിന്റെ മക്കൾ മോനെ 85 കൊല്ലം പ്രവാചകനും ന്യായാധിപനും പുരോഹിതനുമായിരുന്ന ഒരു ദൈവദാസന്റെ മക്കൾ അദ്ദേഹത്തിന്റെ വഴിയിലല്ലെന്ന്. അതുകൊണ്ട് നിന്റെ കാലശേഷം ഇസ്രായേലിനെ നയിപ്പാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. നിന്റെ മക്കളെ കൊണ്ട് പറ്റത്തില്ല, അവന്മാർ വഴിവഴച്ചു പോയി, അവർ ദുർമാർഗികളാണ്, അവർ അധാർമിക ജീവിതം നയിക്കുന്നവരാ, ഞങ്ങൾക്ക് പറ്റില്ല. അവര് നിന്റെ കാലശേഷം ഇസ്രായേലിനെ നടത്തുകയാണെങ്കിൽ അവരുടെ കീഴിലാകാൻ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് രാജാവിനെ വേണം. ഇത്ര ദയനീയമാണെന്ന് ചിന്തിച്ച്. അമ്മച്ചിമാരൊക്കെ കേൾക്കുന്നുണ്ടോ ഇത്? അപ്പച്ചന്മാർ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ കാലശേഷം അല്ല, നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വഴിയിൽ തന്നെ ആകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ ദൈവത്തെ, നിങ്ങൾ ചുമക്കുന്ന അതേ വേദപുസ്തകത്തെ അതേ ആത്മാവോടുകൂടെ ചുമക്കാൻ അവർക്ക് കഴിയണം. ഈ കർത്താവിനെ വിട്ടുമാറത്തില്ല. പ്രിയമോൻ പഠിപ്പിച്ച പാട്ടുകളൊക്കെ എത്ര ഭയങ്കര അർത്ഥസമ്പുഷ്ടമാണ്. അദ്ദേഹം ഇടയ്ക്ക് നിങ്ങളെ ചാർജ് ചെയ്യാൻ പറഞ്ഞ വാചകം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? ഭക്ഷണമില്ലാതെ ജീവിക്കാം അല്ലേ, നല്ല വസ്ത്രമില്ലാതെ ജീവിക്കാം, വീട്ടിൽ കറണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ജീവിക്കാം, നല്ല വീടില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാം. യേശുവില്ലാതെ എനിക്ക് പറ്റില്ല, യേശുവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്ര അർത്ഥസമ്പുഷ്ടമാണ് പ്രയോഗങ്ങൾ. യേശുവില്ലാതെ എനിക്ക് പറ്റില്ല. മാതാപിതാക്കളെ കാണാതെ ഞാൻ ഇരുന്നോളാം, കുഴപ്പമില്ല. പഠിക്കാനും ജോലിക്കും ഒക്കെ പോകുമ്പോൾ എപ്പോഴും മമ്മിയുടെ കൂടാണോ? അല്ല, അങ്ങനെയും ജീവിക്കാൻ നമുക്ക് പറ്റും. കുഞ്ഞുങ്ങളെ കാണാതെ ജീവിക്കാൻ മാതാപിതാക്കൾക്കും കഴിയും. പക്ഷേ പറ്റില്ല എനിക്ക്. എന്തോന്ന്? യേശുവില്ലാതെ പറ്റില്ല. എപ്പോഴും എനിക്ക് യേശുവിനെ വേണം. ആ ഒരു തീർച്ചയിലേക്കും തീരുമാനത്തിലേക്ക് സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരാൻ ഈ യൂത്ത് ക്യാമ്പ് നിങ്ങളെ ഉപകരിക്കട്ടെ. ആ പാട്ട്, ചെറിയൊരു 4 വരി പാട്ട് നിങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞാൻ വെட்கപ്പെട്ടു പോവതില്ലേ. എന്താ കാരണം? ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നു, ഞാൻ യേശുവിലായിരിക്കുന്നു, യേശു എന്നിൽ വസിക്കുന്നു. സുന്ദരമായ. അപ്പം യേശുവും നാമം തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധത്തെ സ്ഥാപിക്കേണ്ടതിന് ഈ ക്യാമ്പ് ഉതകണം. അതിനാഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് നല്ലൊരു ഹല്ലേലൂയ പറ. നിങ്ങളുടെ ഹല്ലേലൂയ കേട്ട് വയോജന വിദ്യാഭ്യാസത്തിന് വന്നിട്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഹല്ലേലൂയ പറയുന്ന പോലെ. വയോജന വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ എന്തോന്നാ? പ്രായമായ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെയൊക്കെ ഇരുത്തി പഠിപ്പിക്കുന്ന ക്ലാസ്സില്ലേ? വൃദ്ധസദനത്തിൽ വന്ന ഹല്ലേലൂയ പറയുന്ന പോലെ ഇരിക്കുന്നത്. യൂത്ത്സിൻ്റെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് നന്നായിട്ട്. ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ യൂത്ത് ക്യാമ്പിൽ കുറേ മാതാപിതാക്കളൂടെ വന്നിട്ടുള്ളത് കൊണ്ട് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒന്നുകൂടെ ശക്തരാകേണ്ടതിന് ഞാൻ ആദ്യം അവരോടും ചിലത് പറയാം, അതിനുശേഷം ഈ യൂത്ത്സിനോട് പറയാം, കുഞ്ഞുങ്ങളോട് പറയാം. മനസ്സിലായോ? വായിച്ച വാക്യം മറന്നിട്ടില്ല, അവിടേക്ക് നമ്മൾ വരാൻ പോവുക. 1 യോഹന്നാൻ 2:14 യുവജനങ്ങൾ 3 ക്വാളിറ്റി ഉള്ളവരാകണമെന്ന് വചനം അനുശാസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം ജവാന്മാരെല്ലാവരും. നമുക്ക് 3 ക്വാളിറ്റി വേണമെന്ന് പറയും. 3 യോഗ്യതകൾ, 3 തനത് കഴിവുകൾ നമുക്ക് വേണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ 14-ാം വാക്യത്തിൽ പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നിടത്ത് മാതാക്കളെ എന്നും കൂടെ ഉണ്ട്. അതുകൊണ്ട് മാതാക്കളും പിതാക്കന്മാരും അറിയേണ്ടതിന് ഞാൻ കുറെ തത്വങ്ങളല്ല, കുറെ വാക്യങ്ങൾ നിങ്ങളിലേക്ക് നൽകി തരാൻ ആഗ്രഹിക്കുക. ഈ വാക്യങ്ങൾ മാതാപിതാക്കൾ കുറിച്ചെടുത്തോണം, നിങ്ങളുടെ മനസ്സിലതിനെ സൂക്ഷിച്ചോണം. എല്ലാ പപ്പമാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മമ്മിമാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങളറിയണം, ഒത്തിരി പേരില്ല, കുറച്ചു പേരേ ഉള്ളൂ. നിങ്ങൾ ഈ വാക്യങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കണം. ഈ വാക്യങ്ങൾ നിങ്ങളോട് ഉപദേശിക്കുന്ന ഉപദേശത്തെ നിങ്ങൾ കൈക്കൊള്ളണം. എന്നിട്ട് ഈ വാക്യത്തിൻ പ്രകാരം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് അറിയാമല്ലോ. അപ്പം അവർക്ക് വേണ്ടി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഈ വാക്യങ്ങൾ അതിന് നിങ്ങൾക്ക് മറുപടി തരികയാണ്. പ്രസവിച്ച മുഴുവൻ മമ്മിമാരും ഈ വാക്യങ്ങളെ ഏറ്റെടുക്കണം. യുവജന ക്യാമ്പിൽ വന്നിരിക്കുന്നവർ ചിലർ ചെറുപ്പക്കാരാ, പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഈ വാക്യങ്ങളെ ഏറ്റെടുക്കണം. ഈ വാക്കന്മാരിൽ ചിലർക്ക് മക്കളുണ്ടാകാം, നിങ്ങളും ഈ വാക്യങ്ങളെ ഏറ്റെടുക്കണം. 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് യെശയ്യാപ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യമാണ്. യെശയ്യാപ്രവചനം 54
അധ്യായം നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ആ. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. മതി. നിന്റെ സന്തതി ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. യെശയ്യാപ്രവചനം 54 അധ്യായം 3 വാക്യം. മമ്മിമാരെല്ലാം ഒന്ന് കുറിച്ച് വെച്ച് എവിടെങ്കിലും അത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു വാക്യം ഞാൻ തരികയാണ്. ഒരു വാക്യമല്ല, 1, 2, 3, 4 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുള്ള മുഴുവൻ മമ്മിമാരും, നിങ്ങളുടെ കുഞ്ഞിന് 6 മാസമേ പ്രായമായുള്ളായിരിക്കാം, അല്ലെങ്കിൽ 6 വയസ്സേ ഉള്ളായിരിക്കാം. പക്ഷേ താങ്കൾ പ്രസവിച്ച ഒരു മമ്മിയാണെങ്കിൽ, ഓക്കെ, താങ്കളൊരു കുഞ്ഞിൻ്റെ പിതാവാണെങ്കിൽ ഈ വാക്യം ഒരിക്കലും മറക്കാതിരിക്കുക. ഈ വാക്യത്തെ അവകാശമായി പ്രാർത്ഥിക്കണം. കർത്താവേ, വാക്യം ഇങ്ങനെയാണ്. എന്തോന്ന്? നിന്റെ സന്തതി മൂവോട്ടുകോണത്ത് മാത്രം നിൽക്കുമെന്നല്ല, പിന്നെന്തോ വാഗ്ദത്തം? ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുമോ വാക്യത്തിന്? ഇവിടം കൊണ്ട് മാത്രം പരക്കേണ്ടതല്ല, ഇവിടം കൊണ്ട് മാത്രം ഒതുങ്ങേണ്ടതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കേണ്ടതാണ് നമ്മുടെ തലമുറ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ഇനി കറണ്ട് പോവുക വരുവൊക്കെ ചെയ്യട്ടെ, അത് അവരൊക്കെ ചെയ്തോളും. നമ്മളിങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളും കൂടി ഈ വാക്യം ഏറ്റെടുക്കണം. നിങ്ങളുടെ പപ്പയും മമ്മിയും കുറിച്ചെടുത്തു വാക്യങ്ങൾ, നിങ്ങൾ കുറിച്ചെടുത്തോണം. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും എന്തോ ചെയ്യേണ്ടവരാ? പരക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉയർന്ന വഴിത്താരകൾ തേടി ദൈവം നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. വിശ്വസിക്കുന്നുണ്ടോ മക്കളെ? അതൊക്കെ എന്നും നീ ഇങ്ങനെ മുമ്പോട്ട് പോണത്ത് തന്നെ അങ്ങ് കഴിയണമെന്ന് ചിന്തിക്കരുത്. പാറശാല കളിക്കവള വിടാതെ, തെക്കൻ നാട് വിട്ടുപോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ കഴിയണമെന്നും, ഒരു ടാപ്പിങ്ങുകാരനാകണമെന്നും, ഒരു ഓട്ടോ ഡ്രൈവർ ആകണമെന്നും മാത്രം ചിന്തിക്കരുത്. ടാപ്പിങ്ങും ഓട്ടോ തൊഴിലാളി ജീവിതമൊന്നും അത്ര മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാനാവില്ല. കാരണം നമ്മളെ അങ്ങനെ വളർത്തിയത് നമ്മുടെ മാതാപിതാക്കൾ. ടാപ്പിങ് ചെയ്തൊക്കെയാണ്. പക്ഷേ മോനെ, നിനക്കറിയാമോ ഒരു കാര്യം? നിൻ്റെ അപ്പൻ ടാപ്പിങ് ചെയ്യുമ്പോൾ ആ ടാപ്പിങ് കത്തി നിൻ്റെ കയ്യിലേക്ക് തരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. നിന്നെ ഒരു ശീതീകരിച്ച മുറിക്കകത്തൊരു നല്ല ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? നിൻ്റെ മമ്മി ചെയ്ത കഠിന വേലകൾ നിൻ്റെ കയ്യിലേക്ക് നാളെ തരാൻ മമ്മി ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞ് ഈ വഴി വരരുത്, അവൾ വേറെ ഉന്നതമായ സ്ഥാനത്തേക്ക് പോകണമെന്ന് നിൻ്റെ മമ്മി ആഗ്രഹിക്കുന്നു. അതിനാണ് പാത്രം കഴിയും പാടത്തും പറമ്പിലും പണിയെടുത്തും കയ്യിൽ കിട്ടുന്നതെല്ലാം സ്വരൂപിച്ചു വെച്ച് നിന്നെ പഠിപ്പിച്ച് വലുതാക്കുന്നത്. ഉന്നത സ്ഥാനത്തേക്ക് നീ എത്തപ്പെടണമെന്നുള്ളതാണ്. അവരെ ഹൃത്തടത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നൊരു വാഗ്ദത്ത വചനം മോനെ നിന്നെക്കുറിച്ചുള്ളത്, മോളെ നിന്നെക്കുറിച്ചുള്ളത്. നീ ഇടത്തോട്ടും വലത്തോട്ടും എന്തു ചെയ്യണം? പരക്കണം എന്നതാണ്. വിശ്വാസത്തോടെ ഈ വാഗ്ദത്തത്തെ ഏറ്റെടുക്കണം. എൻ്റെ മമ്മിയോട് എൻ്റെ പപ്പായോട് ദൈവം ചെയ്ത വാഗ്ദത്തം ഇതാണ്. ആ വാഗ്ദത്തത്തിലേക്ക് ഞാൻ വന്നേ പറ്റുകയുള്ളൂ എന്ന ബോധ്യം നിന്നെ ഭരിച്ചേ പറ്റൂ. മനസ്സിലായല്ലോ? ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഞാനിങ്ങനെ പറയാം മക്കളെ, നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ മമ്മി സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ദൈവം നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ പപ്പായും മമ്മിയും നേടിയതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നിന്റെ തലമുറ നേടണമെന്ന ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ പ്രാപിക്കണമെന്ന ദൈവത്തിന് പ്ലാനുണ്ട്. മനസ്സിലായില്ലേ? അത് മറന്നു പോകരുത് ഒരിക്കലും. അവര് ജീവിച്ച സാഹചര്യത്തെക്കാൾ ഏറ്റവും മെച്ചമായ സാഹചര്യത്തിലേക്ക് വരാൻ ദൈവത്തിന് താങ്കളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് പ്ലാനുണ്ട്. വല്യപ്പച്ചനും വല്യമ്മച്ചും ഉണ്ടാക്കിയ വീട്ടിലല്ലല്ലോ ഇപ്പം താമസിക്കുന്നതാണോ? അല്ല, അതിലും എത്രയോ മെച്ചമായ വീടാണ്. അപ്പം നിങ്ങൾ നാളെ ഒരു വീടുണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിലും എത്രയോ മെച്ചമായ വീടായിരിക്കും. അതാ ദൈവത്തിൻ്റെ പദ്ധതി. അതിനിടത്തോട്ടും വലത്തോട്ടും എന്ത് ചെയ്തേ പറ്റുള്ളൂ? പരക്കണം. നമ്മൾ സ്വയം പോവുകയല്ല, ദൈവം നമ്മളെ ആക്കുകയായിരിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. അപ്പം മാതാപിതാക്കൾക്കുള്ള ഒന്നാമത്തെ വാക്യം അതാണ്. പാസ്റ്റേഴ്സ് ഒന്ന് 2-3 പേരുണ്ടല്ലോ, അവരെയും ഞാൻ വിശേഷാൽ ശുപാർശ ചെയ്യുന്നു. നിങ്ങളുടെ ചർച്ചിലെ മാതാപിതാക്കളെ ഈ വാക്യങ്ങൾ പറഞ്ഞവരെ ബോധ്യമാക്കണം. ഇനിയും 54 അധ്യായം 13 വാക്യം വായിച്ചേ. 54. മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കളുടെ സമാധാനം, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഈ യൂത്ത് ക്യാമ്പിൽ സംബന്ധിക്കുന്ന മാതാക്കളോട്, പിതാക്കന്മാരോട് ഞാൻ പറയുന്നു. 54 13 വാക്യം. യെശയ്യാവ് 54:13. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളും കുറിച്ചെടുക്കൂ ഈ വാക്യം.
നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. മമ്മി, എത്ര മക്കളുണ്ട്? 2, 3, 4, 5 എത്രയുണ്ട്? എത്രയുണ്ടെങ്കിലും അവരെല്ലാവരും. എനിക്ക് ആ വാക്യത്തിലെ ആ എല്ലാവരും എന്ന പ്രയോഗം ഇഷ്ടമാണ്. മോനെ, വീട്ടിലെ മക്കളെല്ലാവരും യഹോവയാൽ എന്തോ ചെയ്യും? ഉപദേശിക്കപ്പെട്ടവർ. ഒരെണ്ണവും പിഴച്ചു പോകത്തില്ലെന്ന് ഉറപ്പാണ്. ഈ വാഗ്ദത്തം കൊണ്ട് ഏറ്റെടുത്താൽ മതി. നമ്മൾ ഈ വാഗ്ദത്തം ഒന്നും കണ്ടിട്ട് പോലും ഇല്ല, അതാ കഷ്ടം. മൂത്ത മോൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്ററേ, ഇളയ മോൾ ഇച്ചിരി പെശക, ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്ററേ എന്നൊക്കെ ഞങ്ങളോട് ഹൃദയം തുറക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. വാഗ്ദത്ത വചനം ഇങ്ങനെ, നിന്റെ മക്കൾ എല്ലാവരും. ഒരു സ്വത്രം പറഞ്ഞ ആ വാക്യത്തിന്. നിന്റെ മക്കളിൽ ചിലരല്ല, പിന്നെ നിന്റെ മക്കൾ. ഇപ്പോഴല്ലേ അണുകുടുംബം, നാം 1 നമുക്കൊന്ന്, നാം 2 നമുക്ക് 2 എന്നൊക്കെ പറഞ്ഞു അല്ലേ? പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. 4, 5, 6, 7 മക്കളൊക്കെ ഉള്ള വീടുകളുണ്ട്. 7 മക്കളുണ്ടെങ്കിൽ എല്ലാവരും. കോഴഞ്ചേരി ഒരു അമ്മച്ചിയുണ്ട്, 22 പ്രസവിച്ചു. നിങ്ങൾ ഷോ എന്ന് പറയുന്നു. 22 മക്കളുള്ളൊരു അമ്മച്ചി. ഇപ്പോഴത്തെ നമ്മുടെ സഹോദരിമാർക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല. 22 മക്കൾ. ചോദിച്ചു, എന്നാ 22 മക്കള്? അതൊരു പെണ്ണിനെ അന്വേഷിച്ച് പോയതാ പാസ്റ്ററേന്ന്. 22ാമത്തെ ഒരു പെണ്ണായിരുന്നു, അതോടെ നിർത്തി പരിപാടി. അപ്പോൾ 21 ആങ്ങളമാർക്ക് ഒരു പെങ്കൊച്ച്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഴപ്പമില്ല, നടുവേദനയില്ല, ഒരിടപാടുമില്ല, ആരോഗ്യത്തോടെ. ഇന്നും കിണറ്റിൽ നിന്ന് വെള്ളം, പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരി അത് കുളിക്കുക. ഈ ചൂടാക്കുന്ന പോലും ഇല്ല. മക്കൾ ടങ് ക്ലീനറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതൊന്നും ഉപയോഗിക്കത്തില്ല. ഈ ഓലയെന്ന് ഈർക്കലെടുത്തിട്ട് അത് 2ആയിട്ട് കീറി ഒരെണ്ണം നാളത്തേക്ക് വെച്ചേക്കും, ഒരെണ്ണം ഇന്ന്. അങ്ങനെ നാക്ക് ഓടിക്കുന്നൊരു അമ്മച്ചി. മനസ്സിലായില്ലേ? അതാ എൻ്റെ സംഗതി. ഇവിടെ ഒരെണ്ണത്തെ പ്രസവിച്ച് നടുവേദനയാണെന്നും പറഞ്ഞ് നടക്കുക. നടുവിന് കയ്യും കൊടുത്തിട്ട് അയ്യോ അയ്യോ എന്നും പറഞ്ഞാൽ 22 എണ്ണം പ്രസവിച്ചിട്ട് പമ്പയാറ്റിൽ ഇറങ്ങി കുളിക്കുന്നൊരു അമ്മച്ചി. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഗതി, അന്ന് പട്ടിണിയാണ്, ഭയങ്കര പട്ടിണിയാണ്. ഒരു ചക്കയൊക്കെ ഇട്ടാൽ അതിൻ്റെ കരിമുള്ളു മാത്രം ചെത്തിയിട്ടിട്ട് മൊത്തം സമൂലം അറിഞ്ഞിട്ട് വേവിച്ചെങ്കിൽ 22 പ്ലേറ്റ്. 22 പ്ലേറ്റ് ആണോ? 22 24 പ്ലേറ്റ് വിളമ്പണം. ചീട്ട് നിരത്തുന്ന പോലെ പ്ലേറ്റ് നിരത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്ര എണ്ണത്തിന് കൊടുക്കണ്ടേ? അത്ര എണ്ണത്തിന് കൊടുക്കണം. പട്ടിണി ഭയങ്കരമാണ്. പക്ഷേ ഇതിനെല്ലാം സൺഡേ സ്കൂൾ പഠിപ്പിച്ച എല്ലാം അമ്മച്ചി തന്നെ വട്ട ഇരുത്തി. വീട്ടിലെ സന്ധ്യപ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞൊരു കാത്തിരിപ്പിയോഗം പോലായിരുന്നു. എല്ലാം മോള് മുതൽ താഴോട്ടുള്ളതെല്ലാം നിലത്തൂടെ കിടന്ന് എഴയുന്നതുണ്ട്, മടിയിലിരിക്കുന്നതുണ്ട്, മുട്ടയിൽ എഴയുന്നതുണ്ട്. അങ്ങനെയുള്ളതിനെ എല്ലാം പിടിച്ചിരുത്തി ആരാധനയും അന്യഭാഷയും ആത്മനിറവും ഒക്കെ പ്രാപിച്ച കുടുംബം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടത്. മറന്നു പോകരുത് ഒരിക്കലും. ഞാൻ പറഞ്ഞു വന്നത്, അവരെ ധൈര്യപ്പെടുത്തിയൊരു വാക്യം ഇതാണ്: എൻ്റെ മക്കൾ എല്ലാവരും ഒന്നുപോലും പിഴയ്ക്കത്തില്ല. ഞാൻ പ്രസവിച്ചതാണോ, ഞാൻ വഹിച്ചതാണോ, എൻ്റെ കുഞ്ഞ് പിഴയ്ക്കത്തില്ല. വാഗ്ദത്തം ഇതാ: എൻ്റെ മക്കൾ എല്ലാവരും. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നു? ഒരു കുഞ്ഞു പോലും ബീഡി വലിക്കാനും കള്ളു കുടിക്കാനും വല്ലവൻ്റെ ഒക്കെ പുറകെ അവൻ്റെ പിണിയാളുകളായി പോകാനും അവൻ്റെ ചാരായം ചുമക്കാനും അവൻ്റെ കള്ളത്തടി ചുമക്കാനും അവൻ്റെ കൊട്ടേഷൻ ടീമിൽ അംഗമാകാനും ഒന്നും പോകത്തില്ല. അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അതായി യൂത്ത് ക്യാമ്പിൽ ഞാൻ മാതാപിതാക്കളെ ചലഞ്ച് ചെയ്യുന്നത്. യെശയ്യാപ്രവചനം 54 13 വാക്യം ഇങ്ങനെയാണല്ലോ. അങ്ങനെ തന്നെ പറ ദൈവത്തോട്. പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ പറയണം. അതിനാണ് ഞാൻ അമ്മച്ചിമാർക്ക് ഈ വാക്യം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, അവരെഴുതണമെന്ന് ഞാൻ പറഞ്ഞു. എഴുതാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ മക്കളുമാരെ എഴുതി കൊടുക്കണം അവർക്ക്. 54:13 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കർത്താവ്: എൻ്റെ മക്കൾ എല്ലാവരും. എന്നാൽ പിന്നെ എന്താ എൻ്റെ ഒരു മോൻ മാനസാന്തരപ്പെടാത്തേ? എന്താ എൻ്റെ ഒരു മോള് പെന്തക്കോസ്തിന്റെ വിശ്വാസത്തിലേക്ക് വരാത്തത് എന്താണെന്ന് ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കണം. എന്നിട്ട് ഈ വാക്യം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വാക്യം ഇങ്ങനെയാ: നിന്റെ മക്കൾ എല്ലാവരും. എല്ലാവരോടും ഒന്ന് പറഞ്ഞ ആ വാക്യം: നിന്റെ മക്കൾ എല്ലാവരും. ഉണ്ടോ? നമുക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ട് പെന്തക്കോസ്തിനകത്ത്. മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാ. അവരുടെ കല്യാണം വരുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ആലോചന വരും, അവൻ്റെ കൂടെ പിടിച്ചു വിടും. പിന്നെ മരുമോൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മരുമോടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനൊരു ഗതികേടുണ്ട്. വിവാഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു നിർണായക ഘട്ടമാണ്. ആരെങ്കിലും കൊണ്ടുവരുന്ന ആലോചനയിലൊന്നും ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുത്. നിൻ്റെ മകൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, നിൻ്റെ മകൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ തന്നെ പ്രാർത്ഥിച്ച് വാങ്ങിക്കണം. മനസ്സിലായോ? വലിയ ജോലിയാ, ഗൾഫിലാ, അവിടെയാ ഇവിടെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവാഹം നടത്തി കൊടുക്കും. അവസാനം
കുടുംബജീവിതം കണ്ണുനീരും കയ്യാവും. കുടുംബ കോടതിയുടെ വരാന്തയിലെത്തി നിൽക്കും. അത് വരാതിരിക്കേണ്ടതിന് നമ്മുടെ മക്കൾ എല്ലാവരും എന്നതുപോലെ നമ്മുടെ മരുമക്കളും എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകണം. അടുത്ത വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കിക്കേ. അവരുടെ സമാധാനം വലിയതാകും. വല്ല കള്ളുകുടിയൻ്റെ കൂടെ പിടിച്ചു കൊടുത്തിട്ട് മോക്ക് സമാധാനം ഇല്ലാത്തൊരു ജീവിതം, കുടുംബ കോടതിയിലെ കേസും വഴക്കുമായി നടക്കേണ്ടി വരുന്നൊരു ഗതികേട് എത്ര ശോചനീയമാണ്. വിട്ടുകൊടുക്കരുത് ഒരിക്കലും അങ്ങനെ. വേറൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 44-ന്റെ 3-ാം വാക്യം വായിച്ച്. ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഓ, എത്ര വലിയ വാഗ്ദത്തമാണ്. അതൊന്നും കേട്ടിട്ട് നിങ്ങൾ സ്വോത്രം പറയുന്നില്ലല്ലോ. ഞാൻ ഈ വാക്യമൊക്കെ കോട്ടയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവരങ്ങ് ഇളക്കിയനെ അവിടെ ആരാധിച്ച്. ആ വാക്യം കേട്ടോ? എന്തോ ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്ക്. എൻ്റെ മോന് വീടായില്ല പാസ്റ്റേ, എൻ്റെ മോക്ക് വീടായില്ല പാസ്റ്റേ. പരാതിയ അമ്മച്ചിക്ക് ഇന്നും. ഈ വാഗ്ദത്തം അമ്മച്ചി താങ്കൾ കണ്ടില്ല, അതാ കാര്യം. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ആരാധന ആലയത്തിൽ നടക്കുന്നുണ്ട്. നിന്റെ മോളും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. അവർ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ ആരാധിക്കണം. മനസ്സിലായില്ലേ? അപ്പം നിൽക്കുന്ന അതേ വേദിയിൽ നിന്നുകൊണ്ട് മകനും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. നിന്റെ സന്തതി മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പകരും. സ്തോത്രം. എൻ്റെ മൂത്ത മകൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ബൈബിൾ സെമിനാരിയിൽ പഠിക്കാൻ പോയിരിക്കുക. ഇപ്പം 2-ാം വർഷം പഠിക്കുകയാണ്, ബിഡിക്ക്. ഇളയ മോനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. 2 ആൺമക്കളെ ഉള്ളൂ എനിക്ക്. 2 ആൺമക്കൾ. 2 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് ഉത്സുകരായിട്ട് പ്രവർത്തിക്കുന്നു. ഇളയ മോൻ പറയുന്നത്, ഞാൻ അല്പം കൂടെ കഴിഞ്ഞിട്ടേ ബൈസ്കൂളിലൊക്കെ പോകുന്നുള്ളൂ, അല്പ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഞാൻ അതിന് ശേഷം കർത്താവിൻ്റെ വേല ചെയ്യാം. 2 പേർക്കും അത് തന്നെയാണ് ലക്ഷ്യം. ഞാൻ ഭയന്നുപോയി. 2 ആൺമക്കൾ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കുമ്പോൾ 4 പേര് അറിയുന്നൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ആൺകുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ ഞാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമല്ലോ. ഒന്നെൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും എൻ്റെ ശുശ്രൂഷയുടെ പവിത്രതയുമാകണം അവർക്ക് നിൽക്കാൻ പറ്റുന്നത്. 2, അവർക്ക് പ്രസംഗിക്കാൻ, അവർക്ക് പാടാൻ, അവർക്ക് കർത്താവിനെ ഉയർത്താൻ ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ആ ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എൻ്റെ വീടിനോട് ചേർന്ന് ഞാനൊരു മനോഹരമായ ആലയം നിർമ്മിച്ചു. ഈ ഞായറാഴ്ച ഞാൻ ഇവിടെ ആണല്ലോ. എനിക്കൊരു സന്ദേഹവുമില്ല, ഒരു വെപ്രാളവും ഇല്ല. എൻ്റെ മക്കൾ 2 പേരും കൂടി ആരാധന നടത്തിക്കോളൂ അവിടെ. അതിന് അവർക്ക് നിൽക്കാൻ ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ശുശ്രൂഷിക്കാൻ, അവർക്ക് പ്രസംഗിക്കാൻ. എൻ്റെ മോനും കൂടെ ഒരു അവസരം കൊടുക്കണമെന്നും പറഞ്ഞ് വേറെ ആരോടും ഞാൻ ശുപാർശ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ക്രമീകരിച്ച ഒരു ആലയത്തിലെ ശുശ്രൂഷകരാണ് അവരെന്നോടൊപ്പം. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ സാരം, യഹോവയുടെ ആത്മാവ് നമ്മുടെ തലമുറയുടെ മേൽ വരണം. യഹോവ അവരെ അനുഗ്രഹിക്കണം. ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ അവകാശമാക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് ഈ വാഗ്ദത്തം. നിങ്ങളുടെ പപ്പയോടും മമ്മിമാരോടും ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. നിന്റെ സന്തതി എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എത്ര പേര് ആത്മാവിനെ പ്രാപിച്ചവരുണ്ട്? ആത്മനിറവ് പ്രാപിച്ച നിങ്ങൾ എത്ര പേരുണ്ട്? ഇപ്പോഴേ ആഗ്രഹിച്ചോണം, എൻ്റെ മേൽ ആത്മാവിനെ പകരണമേ കർത്താവേ, ആത്മശക്തി എൻ്റെ മേൽ പകരണമേ. എല്ലാം മറന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ എന്നെ സഹായിക്കണം. നിങ്ങൾക്കൊരു നല്ല ക്രമീകൃതമായ വർഷിപ്പ് ടീം ഇവിടെ ഉണ്ടല്ലോ. സഭായോഗവും ഞാൻ നിങ്ങളോടൊപ്പം സംബന്ധിച്ചിട്ടുണ്ട്. അനുഗ്രഹമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നവരാകണം, നല്ല ആത്മനിറവ് പ്രാപിക്കുന്നവരാകണം. ഈ വാഗ്ദത്തം നിങ്ങളും അവകാശമായി ഏറ്റെടുക്കണം. അടുത്തത് 58-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വേഗം വായിച്ച്. യെശയ്യാ പ്രവചനം 58-ന്റെ 12. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കണ്ടോ? 58-ന്റെ 12-ാമത് വാക്യം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. മമ്മിമാരൊക്കെ ശ്രദ്ധിച്ച്, പപ്പമാർ ശ്രദ്ധിച്ച്, താങ്കൾക്ക് പണിയാൻ കഴിയാതെ പോയ പലതും ഈ തലമുറയെ കൊണ്ട് ദൈവം പണിയിപ്പിക്കുമെന്ന്. എത്ര പേർക്ക് സ്തോത്രത്തോടെ ഏറ്റെടുക്കാൻ പറ്റും?
നിങ്ങൾ പണിയണമെന്ന് ആഗ്രഹിച്ച ചില വീടുകളും പ്ലാനുകളും ഉണ്ട്, പണിയാൻ പറ്റിയിട്ടില്ല. വിഷമിക്കണ്ട, വാഗ്ദത്തം എവിടെ കിടക്കുന്നു? നിന്റെ സന്തതി അത് പണിയും. നീ വാങ്ങണമെന്ന് ആഗ്രഹിച്ച പലതുകൊണ്ട് നീ വാങ്ങിയില്ല, പക്ഷേ നിന്റെ സന്തതിയെ കൊണ്ട് ദൈവം അത് വാങ്ങിപ്പിക്കും. നീ പോകണമെന്ന് ആഗ്രഹിച്ച പല സ്ഥലങ്ങളുണ്ട്, പോയില്ല, പക്ഷേ ദൈവം നിന്റെ സന്തതി അവിടെ അയക്കും. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? കുഞ്ഞുങ്ങളെ, ഞാനിത് മാതാപിതാക്കൾക്ക് വേണ്ടി തരുന്ന വാഗ്ദത്തമാണെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പക്ഷെ നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തോണം. എൻ്റെ പപ്പായെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയത്, എന്നെ വളർത്താനും പഠിപ്പിക്കാനും എന്നെ ഇത്രത്തോളം ആക്കാനും പെൺകുഞ്ഞുങ്ങൾ നിങ്ങളെ കെട്ടിച്ചു വിടാനും വേണ്ടി പപ്പായും മമ്മിയും സ്വരൂപിച്ചു വെച്ചതൊക്കെ അവരല്പം കൂടെ സുഖിമാന്മാരായിരുന്നെങ്കിൽ, ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. നിന്റെ പപ്പ അല്പം കൂടെ അശ്രദ്ധയുള്ള ഒരാളായിരുന്നെങ്കിൽ നിന്റെ ജീവിതം അധോഗതിയായേനെ. പക്ഷെ ശ്രദ്ധയോടെ നിന്നു. അവരെ കൊണ്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പറ്റി, ചിലതവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് നീ ചെയ്യണം, നിന്റെ കരങ്ങൾ ചെയ്യണം. അതിന് ദൈവം നിന്റെ കരങ്ങളെ ബലപ്പെടുത്തും. കുഞ്ഞുങ്ങൾ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും എന്നാണ്. അടുത്ത മറ്റൊരു വാക്യം കൂടെ ഞാൻ തരാം. 65 യെശയ്യാപ്രവചനം 65 23 വാക്യം. അവർ വൃദ്ധ അധ്വാനിക്കയില്ല, 66 22 വായിച്ചിട്ടത് വായിച്ചാൽ മതി. 66 അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക് എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ്. 62 സങ്കീർത്തനം 66 അധ്യായം 22 വായിക്കുന്നത്. അതാണ് വാക്യം. 66 22. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതി, നിങ്ങളുടെ പേരും നിലനിൽക്കും. കണ്ടില്ലേ? മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ട മഹത്തായൊരു വാഗ്ദത്വമാണത്. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതി എൻ്റെ മുൻപാകെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതി അന്യാധീനപ്പെടത്തില്ല. ഈ ആകാശവും ഭൂമിയും ഒന്നും നിലനിൽക്കുന്നതല്ല കേട്ടോ. ഈ ആകാശവും ഭൂമിയും അന്യാധീനപ്പെട്ടു പോകുന്നത് നാളെ. ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ ഭൂമി മൂലപദാർത്ഥങ്ങൾ കത്തി എഴിഞ്ഞത് വെന്ത് വെണ്ണീറായി പോകും. പക്ഷെ ഇവിടെ പറയുന്നൊരു പ്രയോഗം കണ്ടോ? ഞാൻ ഉണ്ടാക്കുന്ന ഏതാകാശം? പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിന്റെ സന്തതി എൻ്റെ മുൻപാകെ എന്തോ ചെയ്യും? നിലനിൽക്കും. അപ്പൊ സന്തതിയുടെ നിലനിൽപ്പിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ ആകാശത്തിലും ഭൂമിയിലും മാത്രമല്ല നിന്റെ സന്തതി, അങ്ങ് നിത്യതയിലും നിന്റെ തലമുറ ഉണ്ടാകുമെന്ന് എൻ്റെ അർത്ഥം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേമിലും പുതുവാന ഭൂമികളിൽ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിലൂടെ കർത്താവും ഒരുമിച്ച് നടക്കാൻ മാതാപിതാക്കൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സന്തതിയും അവിടെ ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ പുനരാഗമനത്തിൽ നിങ്ങളുടെ സന്തതികൾ അന്യാധീനപ്പെടത്തില്ല. നമ്മൾ ഒരുമിച്ച് വാനവരവിൽ എടുക്കപ്പെടും. ആ സുന്ദരമായ അനുഭവം മനസ്സിൽ ഒന്ന് കണ്ട് സന്തോഷിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ പറയാൻ പറ്റുള്ളൂ. എൻ്റെ തലമുറ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് ആ പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു സഭായോഗത്തിന് കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ എല്ലാവരും കൂടെ ഉള്ളതുപോലെ തന്നെ ഒരിക്കലും ആശീർവാദമില്ലാത്തൊരു സഭായോഗത്തിൽ നമ്മൾ അവിടെ ഉണ്ടാകുന്നത് എത്ര സുന്ദരമായൊരു കാര്യമാണ്. കർത്താവ് അത് സാധ്യമാക്കട്ടെ. ഒറ്റ വാക്യം കൂടെ തന്നെ ഞാൻ മാതാപിതാക്കളോടുള്ള ടോക്ക് അവസാനിപ്പിക്കാം. അത് 65 അധ്യായം 23 വാക്യം മുമ്പേ വായിച്ചു തുടങ്ങിയ അധ്വാനിക്കയില്ല, അവർ വൃഥാ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല, ആപത്തിനായി പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതി എന്ന് അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. ഇത് മാതാപിതാക്കളോട് മമ്മിമാരോട് പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ പ്രസവിച്ചത് ആപത്തിനല്ല. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിക്കുമ്പോൾ സ്വസ്ഥമായി സുഖമായി കിടന്ന് ഉറങ്ങുമ്പോൾ അവരുടെ ദേഹത്തോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ ആപത്തിനായി പ്രസവിച്ചല്ല. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ നോക്കി അവകാശം പറയണം, ഞാൻ പ്രസവിച്ചത് ആപത്തിനല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനൊരു ആപത്ത് വരികയില്ലെന്ന വാക്യത്തിൻ്റെ അർത്ഥം. കുഞ്ഞ് മുറ്റത്തൊന്ന് ബൈക്കും എടുത്തുകൊണ്ട് യാത്ര ചെയ്തു പോയാൽ തിരികെ ആ ബൈക്ക് മുറ്റത്ത് വരുന്നത് വരെ
വല്ലാത്തൊരു ഒരു 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 ആ ഒരു എന്താ ഭയമാണ്. നെരിപ്പോട് പുകയ നെഞ്ചകത്തിനകത്ത്. കൂടെ കൂടെ ചെറുക്കൻ്റെ വരവായോ വരവായോ എന്ന് അന്വേഷിക്കുക, വാതിൽപ്പടി വന്ന് നോക്കുക. പക്ഷേ ശ്രദ്ധിച്ചോണം മമ്മിമാരെല്ലാവരും, നീ പ്രസവിച്ചത് ആപത്തിന് വിട്ടുകൊടുക്കാനല്ല. ഒരപകടത്തിലേക്ക് കുഞ്ഞിനെ തള്ളിവിടാൻ പറ്റില്ല. സാത്താന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പ്രസവിച്ചത് ആപത്തിനല്ലെന്ന് വാഗ്ദത്തം ഇവിടെ കിടക്കുക. ഇതൊക്കെ ഒരുപക്ഷെ അങ്ങ് സഹസ്രാബ്ദ വാഴ്ചയിലേക്കുള്ള പ്രവചനമായിരിക്കാം. പക്ഷേ ഏത് പ്രവചനത്തിനും 1, 2, 3 അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഒരർത്ഥതലം ഞാൻ പറയുന്നു, ഇത് ഇപ്പോഴേ വാഗ്ദത്തമായി നമ്മൾ എടുത്തോണം. നിങ്ങളുടെ കുഞ്ഞ് ഒടിഞ്ഞു തകർന്ന് തരിപ്പണമായി വാരിക്കെട്ടിയെടുത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു അനുഭവമായി മുറ്റത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒടിഞ്ഞു തകർന്ന് കിടക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അജ്ഞാത ജഡമെന്നതുപോലെയുള്ളൊരു വാർത്ത കേൾക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച്. പക്ഷേ ഞാൻ പേടിപ്പിക്കുകയല്ല, വചനം പറയുന്നു അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം നീ പ്രസവിച്ചത് ആപത്തിനല്ല. ഹല്ലേലൂയ. മുറ്റം തൂത്തൂത്ത് വരുമ്പോഴേ മോൾ ഓടിക്കുന്ന ബൈക്കും കാറും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ മമ്മിമാർ ആ ബൈക്കിലോട്ട് കൈവച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണം. അല്പസമയം കിട്ടുവാണെങ്കിൽ ആ കാറിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. മക്കൾ ഓടിക്കുന്ന വാഹനത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം, അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കണം. കാറിനകത്ത് കയറിയിരുന്ന് ഗ്ലാസ് വിട്ട് അന്യഭാഷയെ പ്രാർത്ഥിച്ച നാട്ടുകാരും കേൾക്കത്തില്ല. അതിനകത്ത് ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം കുഞ്ഞുങ്ങൾ ഡ്രൈവിങ്ങിൽ എത്ര വിദഗ്ധരാണെന്ന് വന്നാലും, അവർ വളരെ ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ട് പോയാലും, എതിരെ വരുന്നവൻ ഒരു ഭ്രാന്ത് പിടിച്ചവനാണെങ്കിൽ എന്നാ ചെയ്യും? അവൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടായിരിക്കും ബൈക്കുമായിട്ട് വരുന്നത്, അലക്ഷ്യമായി. അവൻ വല്ല കഞ്ചാവ് അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ആ വാഹനം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓടിക്കുന്ന വാഹനത്തെ മുട്ടുകയോ തട്ടുകയോ ചെയ്യരുത്. എതിരെ വരുന്ന വാഹനങ്ങൾ, പിന്നാലെ വരുന്ന വാഹനങ്ങൾ, ഓവർടേക്ക് ചെയ്യുന്നവയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന് ദോഷമാകരുത്. അതുകൊണ്ട് എപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് അടുത്തിലൂടെ പോയാലും അതിൻ്റെ ഹാൻഡിലൊന്ന് കൈവച്ചോട്ട് സ്തോത്രം ചെയ്യാൻ പറയണം. സ്തോത്രം ചെയ്യാൻ പറ്റണം നമുക്ക്. എത്ര പേർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്? കൊച്ചൻ വണ്ടി എടുക്കുന്നതിനാണ് തൂട്ടിച്ച് പോണേ എന്നൊക്കെ അല്ലാതെ ആ വാഹനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ആ വാഹനത്തിനകത്തിരുന്നൊന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ യാത്ര അങ്ങോട്ട് ചെയ്യാൻ നേരത്ത് കീയൊക്കെ ഇട്ട് സ്തോത്രം പറഞ്ഞിട്ട് കുരിശൊക്കെ വരച്ചിട്ട് പോകുന്ന പുള്ളികളുണ്ട്. അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല മോനെ. നീ ഓടിക്കുന്ന വാഹനത്തിലിരുന്ന് പ്രാർത്ഥിക്കണം നന്നായിട്ട്. കാർ ഓടിക്കുന്നവർ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കണം നന്നായിട്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന വാഹനത്തിലേക്ക് മാറ്റണം. മുതിർന്നവർ ഒത്തിരി പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാവരോടുമാണ് ഞാൻ പറയും. നിങ്ങളുടെ സ്കൂട്ടിയോ കൈനറ്റിക് ഹോണ്ടയോ കാറോ ബൈക്കോ എന്തുമാകട്ടെ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കണം. ആ വാഹനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. തട്ടരുതെങ്ങും മുട്ടരുത്. മനസ്സിലാകുന്നുണ്ടോ? വാഹനം ഓടിക്കുന്നവരെല്ലാവരും തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമസംഹിത പാലിച്ച് തന്നെ പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളാരും പോലീസുകാരുടെ മുമ്പിൽ ഇങ്ങനെ ചളുങ്ങി വഴിയോരത്ത് നിൽക്കാൻ പാടില്ല. തലേ ചൊറിഞ്ഞ് ഹെൽമെറ്റ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പം, ലൈസൻസ് എന്തിയെന്ന് ചോദിക്കും, ബുക്കും പേപ്പറും എന്തിയെന്ന് ചോദിക്കുമ്പോൾ എടുത്തില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് തലേ ചൊറിഞ്ഞ് അവിടെ നിൽക്കരുത്. എല്ലാം നിയമപരമാകണം. അതിന് നീ വാഹനത്തെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിൻ്റെ വാഹനം അവിടെ ഇവിടെയും പിടിക്കപ്പെടും. വാഹനം കളഞ്ഞിട്ട് ഓടേണ്ടി വരും. അതാ എൻ്റെ സംഗതി. അനാത്മീകമായ ഒരൊറ്റ കാര്യത്തിനും വാഹനവുമായി പോകരുത്. വാഹനം അതുമായി ബന്ധപ്പെട്ട് നിൽക്കരുത്. നിൻ്റെ വാഹനത്തിൽ കയറുന്നവരും നീ ആരെയും കൊണ്ട് പോകുന്നു, ആരെയും കൊണ്ട് വരുന്നു, എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ഇതെല്ലാം തന്നെ ദൈവഹിതത്തിനനുസാരമാകണം. അപ്പം ഇത്രയും വാക്യങ്ങൾ ഞാൻ തന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്. ഉദരഫലങ്ങൾ പ്രതിഫലങ്ങളാകിയാൽ അവരെ ആത്മീകമായ ചിട്ടവട്ടത്തിൽ വളർത്തി വലുതാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ യൂത്ത് ക്യാമ്പിൽ ആദ്യം മാതാപിതാക്കൾക്ക് ആലോചന തരുന്നത്. ഇനി ഈ കുഞ്ഞുങ്ങളോട്, തീരെ കുഞ്ഞുങ്ങളാണ് പലരും, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാകണമെന്നില്ല. എങ്കിലും അവരോട് തുടർന്നുള്ള നേരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി മക്കളുമാരെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. 1 യോഹന്നാൻ 2:14 വാക്യത്തിൽ ബാല്യക്കാരേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേദഭാഗം മുതൽ 3 കാര്യം അവിടെ പറയുന്നുണ്ട്. 3 കാര്യം. 1, നിങ്ങൾ ശക്തരാകയാൽ. കണ്ടോ? ബാല്യക്കാരേ നിങ്ങൾ ആരാണ്? ശക്തരാകയാൽ. 2, ദൈവവചനം നിങ്ങളിൽ വസിക്കയാൽ. 3, നിങ്ങൾ ദുഷ്ടനെ. ഓക്കെ, ഈ 3 ക്വാളിറ്റിയാണ് നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടുന്നത്.
മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? നിങ്ങൾ ശക്തരാകയാൽ, ദൈവവചനം നിങ്ങളിൽ വസിക്കയാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദപുസ്തക വീക്ഷണത്തിൽ ഒരു യുവാവ്, ഒരു യുവതി എങ്ങനെയുള്ളവരാകണം? ടീനേജ് മുതലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവരാകണം? 3 ക്വാളിറ്റി വേണം അവർക്ക്, 3 യോഗ്യതകൾ. ഒന്ന്, അവർ ശക്തരാകണം. ആരാകണമെന്ന്? ശക്തരാകാൻ എന്തോ ചെയ്യണം? പവർ മാൾട്ട് കഴിക്കണോ? അതോ കുമാരി കൽപ്പം കഴിക്കണോ? എന്തോ ആകണം. ശക്തരാകാൻ എന്തോ ചെയ്യണം? ശക്തരാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, 2, 3 ശക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 1 ശാരീരിക ശക്തി, 2 മാനസിക ശക്തി, 3 ആത്മീക ശക്തി. ലൂക്കോസ് 2:40 വാക്യം വായിച്ച്. ലൂക്കോസ് 2:40. ലൂക്കോസിന്റെ സുവിശേഷം 2:40. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ഇതാണ്. മതി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ. ഇത് യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും വളർച്ചയുടെ 3 ഘട്ടങ്ങളാണത്. പൈതൽ വളർന്നു, ശാരീരിക വളർച്ചയാണത്, ശാരീരിക ആരോഗ്യമാണ്. ലൂക്കോസ് 2:40. ലൂക്കോസ് 2:40 ഇപ്പോൾ വായിച്ചത്. പൈതൽ വളർന്നു, ഓക്കെ, അത് ശാരീരിക വളർച്ചയാണ്. അടുത്തത് ജ്ഞാനം, അതാണ് മാനസിക വളർച്ച. അടുത്തത് ആത്മാവിൽ ബലപ്പെട്ടു, അതാണ് ആത്മീയ വളർച്ച. ഇത് 3 നമുക്ക് എല്ലാവർക്കും ഉണ്ടായേ പറ്റുകയുള്ളൂ. ശരീരം മാത്രം വളർന്നാൽ പോരാ, പിന്നെ മാനസിക തലം വളരണം. ശാരീരികവും മാനസികവുമായ തലം മാത്രം വളർന്നാൽ പോരാ, പിന്നെ ഏത് തലം വളരണം? ആത്മീക തലം. ഇതാണ് യഥാർത്ഥ വളർച്ച. ഇതാണ് ഒരു ആത്മീയൻ്റെ ലക്ഷണമെന്ന് പറയും. ചിലർക്ക് ശരീരത്തിന് നല്ല വളർച്ച, വണ്ണവും പൊണ്ണവും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. പ്രായം എന്തുകൊണ്ട്? അത് 24 വയസ്സേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ തൂക്കിയാൽ ഒരു 140 കിലോ തൂങ്ങുന്ന ശാരീരിക വളർച്ച. അങ്ങനെയുള്ള പുള്ളികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പുള്ളി അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ചോദിക്കും, ഇവൻ ഏത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നതെന്ന്, ഇവൻ എന്തുവാ കഴിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കും. ശരീരം മാത്രമേ വളരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്ക് ബുദ്ധിയുടെ വളർച്ചയൊന്നും കാര്യമായി കാണത്തില്ല. വേണ്ടുന്ന പോലെ അറിവും പ്രാപ്തിയും ഒന്നും ഉണ്ടാകില്ല. അത് മാനസിക വളർച്ചയില്ലാഞ്ഞിട്ട്, ആത്മീയമായി ഒട്ടും കാണണമെന്നില്ല. പക്ഷെ യഥാർത്ഥ വളർച്ച, ഉത്തമമായ വളർച്ച എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും പിന്നെ ആത്മീയവും. ശാരീരികമായ വളർച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കുഴിമന്തി കഴിക്കുക എന്നല്ല അർത്ഥം. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അറബിക് ഫുഡ് കഴിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ KFC കഴിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കഴിക്കുക. നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വിളമ്പി വെച്ചതെല്ലാം വെട്ടി വിഴുങ്ങുക അല്ല എൻ്റെ അർത്ഥം. നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്കറിയാമോ നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മോനെ അർത്ഥം? പറഞ്ഞേ. നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ല, നിങ്ങൾ സമയം കളയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ചപ്പാത്തി ആണെങ്കിലും കഞ്ഞിയാണെങ്കിലും നല്ലതുപോലെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നല്ലതുപോലെ കഴിക്കാത്തിടത്തോളം കാലം അത് ശരീരത്തിന് ഗുണം ചെയ്യത്തില്ല. നല്ലതുപോലെ കഴിക്കുക എന്ന് പറഞ്ഞാൽ, 1, ഭക്ഷണം മുൻപിലേക്ക് വരുമ്പോൾ ഒന്നാമതായി ഓർക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഭക്ഷണം എന്തുവാണ്? ദൈവത്തിൻ്റെ ദാനമാണ് എന്നോർക്കണം. ഓക്കെ. രണ്ടാമത്, ഈ അമരയ്ക്കായും വെണ്ടയ്ക്കായും തക്കാളിയായും വെള്ളരിക്കായിട്ടും ഇരുന്നാൽ സാമ്പാറാകത്തില്ല. പിന്നെന്തോ ചെയ്യണം? ഇതിനെ നന്നായി കഴുകി അരിഞ്ഞ് ഇതിനെ കറിയാക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട്. ആരായിരിക്കും അത്? ഒന്നീ മമ്മി ആയിരിക്കാം, അല്ലെ പപ്പയായിരിക്കാം, അനിയത്തിയായിരിക്കാം, ചേച്ചിയായിരിക്കാം, ചേട്ടത്തിയായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. ആ വ്യക്തി ഒന്ന് ഓർക്കണം. അപ്പോൾ ആദ്യം ആരെ ഓർക്കണം? ദൈവത്തെ. രണ്ടാമത് ആരെ ഓർക്കണം? ഇത് ഇങ്ങനെ പാകപ്പെടുത്തിയ വ്യക്തി ഓർക്കണം. മൂന്നാമത്, ഇത് ഈ നേരത്ത് കിട്ടാനില്ലാത്ത ഒത്തിരി പട്ടിണി പാവങ്ങളുണ്ട്, അവരെ എന്തോ ചെയ്യണം? ഓർക്കണം. അപ്പോൾ എത്ര ഓർമ്മയായി? ആദ്യം ആരെ ഓർക്കണം? ദൈവത്തെ. പിന്നെന്തോ ഓർക്കണം? ഇത് പാകപ്പെടുത്തിയ വ്യക്തി ഓർക്കണം. പിന്നെന്തോ ഓർക്കണം? ഇതില്ലാത്തവരെ ഓർക്കണം. ഈ 3 ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതെ കണ്ണടയ്ക്കും, സ്തോത്രം പറയും. മനസ്സിലായോ? ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നതിനെയായി നല്ലതുപോലെ കഴിക്കുക എന്ന് പറയുന്നു. അങ്ങനെ കഴിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈ ഉയർത്തും? ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്ന എത്ര പേരുണ്ട്? ആർക്കാ ഈ 3 കാര്യം ഓർക്കാൻ നേരം?
ഇന്നാ കുഞ്ഞെ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് അമ്മ പ്ലേറ്റിനകത്ത് ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ അങ്ങോട്ട് തന്നിട്ട് തിരിയുമ്പോൾ ഇന്നാ മമ്മി പ്ലേറ്റ് എന്നും പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന പാർട്ടികൾക്ക് ഈ 3 കാര്യം ഓർക്കാൻ എവിടെ നേരം? അമ്മ മുട്ടക്കറിയും ചപ്പാത്തിയും കൂടെ അങ്ങോട്ട് കൊടുത്തു, അത് വാങ്ങിച്ചിട്ട് അമ്മ അടുക്കളയിലോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് പ്ലേറ്റ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക. അമ്മ കണ്ണും തള്ളി 500 വോൾട്ട് ബൾബ് പോലെ കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെന്തോ കാണിച്ചെന്ന പോക്കറ്റിലിട്ട അല്ല, ഞാൻ കഴിച്ചെന്ന്. ഒരു മുട്ടയും 3 ചപ്പാത്തി അതിൻ്റെ കറിയും കൂടെ ഒറ്റ ട്രിപ്പിന് കഴിച്ചിട്ട് അടുത്ത ഓട്ടം ഓടുന്ന പുള്ളിക്ക് ഈ പ്രാർത്ഥനയ്ക്കൊന്നും നേരെയില്ല, ഇത് ഓർക്കാനും നേരെയില്ല. ഭക്ഷണം ശാന്തമായി കഴിക്കണം, അതിനു മുൻപ് ശാന്തമായി ഇത് ഓർക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് ധൃതിയൊന്നും കാണിക്കരുത്. TV ഓൺ ചെയ്ത് ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത്. ഇപ്പം പിള്ളേരൊക്കെ ബിഗ് ബോസിൻ്റെ മുമ്പിലിരുന്ന ഭക്ഷണം കഴിക്കുന്നതെന്നാണ് പൊതുവേ പറയുന്നത്. മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്ന ഭക്ഷണം കഴിക്കരുത്. മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്ന ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയ നിങ്ങളുടെ മമ്മിയെ നിങ്ങൾ അനാദരവ് നടത്തുകയോ അവരെ നിങ്ങൾ ആദരിക്കുന്നില്ലെന്നർത്ഥം. ഭക്ഷണം കഴിക്കാൻ നേരത്തെ TV ഓഫ് ചെയ്യണം. പപ്പയും മമ്മിയും മക്കളും എല്ലാം കൂടെ വട്ടമിരുന്ന് കഴിക്കുമ്പോൾ TV ഒരു പ്രധാന താരമാകരുത്. വേറെ ഒന്നും വായിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഇങ്ങനെയൊക്കെ ഉള്ള ചില നിബന്ധനകളാണ് നല്ലതുപോലെ കഴിക്കുക. ഓരോ ഉരുള കഴിക്കുമ്പോഴും കറി തൊട്ട് കഴിക്കുമ്പം മമ്മി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് എന്ന് മമ്മിയോടൊന്ന് പറയാം. പപ്പായുടെ കറി ഇന്ന് സ്പെഷ്യൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് പറയാൻ പറ്റണം. അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം. മോളാണോ കറി ഉണ്ടാക്കിയത്, മക്കളെ നന്നായിട്ടുണ്ടെന്നൊന്ന് പറ. അപ്പം ഇങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് അംഗീകരിച്ച് സന്തോഷമായി പരസ്പരം പങ്കിട്ട് ഒക്കെ കഴിക്കുന്നത് നന്നായി കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാവും. മനസ്സിലായില്ലേ? അങ്ങനെ കഴിച്ചാൽ എന്തോ ആവും? ആരോഗ്യമാകും. യഹൂദൻ പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കത്തില്ല. മന്നാ തിന്നവരിൽ ഒരൊറ്റ ബലഹീനനും ഉണ്ടായിരുന്നില്ല, അവരുടെ ശരീരത്തിന് ആരോഗ്യമായിരുന്നു. അപ്പം നന്നായി കഴിച്ചാൽ ശരീരത്തിന് ആരോഗ്യം. ഇനി മാനസികമായ ആരോഗ്യത്തിന് നല്ല വിദ്യാഭ്യാസം, നന്നായി വിദ്യാഭ്യാസം. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾ പഠിച്ചുന്നത തലത്തിലെത്തണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവർ പോയതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ ദൂരം നിങ്ങൾ താണ്ടണം അവരാഗ്രഹിക്കുന്നു. അവർ കയറാത്ത കലാലയങ്ങൾ നിങ്ങൾ കയറണമെന്ന് അവരാഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് പഠനത്തിൽ മികവ് പുലർത്തണം, എങ്കിലേ ജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ. ആത്മീയ ജ്ഞാനവും വേണം, അതേപോലെ ഭൗതിക ജ്ഞാനവും വേണം. ആത്മീയമായി ജ്ഞാനം സമ്പാദിക്കാൻ വേദപുസ്തകം പഠിക്കണം, ആത്മീയരുമായി ഇടപഴകണം. മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോകരുത്. ഉത്തരവാദിത്വമുള്ള പഠിതാവാകണം താങ്കൾ. മമ്മിയും പപ്പയും ആഗ്രഹിക്കുന്നതിനേക്കാൾ അവർ വിഭാവന ചെയ്യുന്നതിനേക്കാൾ അധികം മാർക്ക് വാങ്ങി അവരെ വിസ്മയിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ അതവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. മനസ്സിലായില്ലേ? ഒരു മകൻ വേദിയിലേക്ക് വന്ന് അവാർഡ് വാങ്ങുന്നതും ഫലകം വാങ്ങുന്നതും അധികാരികളാൽ അനുമോദിക്കപ്പെടുന്ന കാഴ്ച അങ്ങ് ദൂരെ മാറിയിരുന്ന ഒരു അമ്മയ്ക്ക് കാണേണ്ടി വരുമ്പം, ഒരപ്പന് കാണേണ്ടി വരുമ്പോൾ അവർക്ക് ആ കാഴ്ച മങ്ങിപ്പോവും കണ്ണുനീരുകൊണ്ട്. മനസ്സിലായോ? 1, 2, 3, 4 വട്ടം കണ്ണ് തുടച്ചെങ്കിലേ മകൾ അവാർഡ് വാങ്ങുന്നത് അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അതേപോലെ അവരുടെ ഹൃദയം അങ്ങനെ തരളിതമാകും. അവർ ചെയ്ത പ്രാർത്ഥനകളും അവർ മുടക്കിയ പണവും അവർ ഇൻവെസ്റ്റ് ചെയ്തതൊന്നും നഷ്ടമായില്ലെന്ന് അവരെ ബോധ്യമാക്കുക. അപ്പം നല്ല മാനസികമായ ആരോഗ്യം വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമാണ് വേണ്ടുന്നത്. അതിനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക്, അത് പരമാവധി ഉപയോഗിക്കണം. അതല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, തിരിച്ചു പിടിക്കാനാവില്ല. ഈ സമയം പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, മറന്നു പോകരുത്. അടുത്തത് ആത്മീയാരോഗ്യമാണ്. അപ്പം ആരോഗ്യം 3 തലമാണ്. നിങ്ങൾ ശക്തരാകയാൽ എന്ന് പറയുമ്പോൾ ഈ 3 ശക്തികളാണ് നിങ്ങളിലേക്ക് വേണ്ടുന്നത്. 3ാമത്തെ ശക്തി ആത്മീക ശക്തിയാണ്, ആത്മീക ശാക്തീകരണമാണ്. കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. വേദപുസ്തകത്തോട് അകന്നു പോകരുത്, ആരാധനാലയത്തോട് അകന്നു പോകരുത്. ദൈവദാസിദാസന്മാരോട് ബന്ധം ഉത്തമമായി സൂക്ഷിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം നിലനിർത്തണം. കണ്ടില്ലേ? അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ആരാധന ഒരിക്കലും നിങ്ങൾ അന്യമായി കാണരുത്. ആരാധനയിൽ എന്ത് വില കൊടുത്തും ഇൻവോൾവഡ് ആകാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ ആരോഗ്യവും അനുഗ്രഹമായി തീരും. അപ്പം നിങ്ങൾ ശക്തരാകയാൽ, ആ ശക്തി ശാരീരികം, പിന്നെ മാനസികം, പിന്നെ ആത്മീയം. ഇനി പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞത് നിർത്താം. ഈ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ക്രമേണ വൈകിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരിക. പിഞ്ചു കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന കണ്ടിട്ടുണ്ടോ? കമന്ന് നീന്തുന്ന കണ്ടിട്ടുണ്ടോ?
പിന്നെ പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീഴുന്ന കണ്ട്, നമ്മളൊക്കെ അങ്ങനെ വീണും എഴുന്നേറ്റും നടന്നു വന്നവരാ. അങ്ങനെ പതിയെ 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 മാത്രമേ ശരീരത്തിൽ ആരോഗ്യം വരികയുള്ളൂ. മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ, വിദ്യാഭ്യാസ സംബന്ധമായ ആരോഗ്യവും അതേപോലെ തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് ആത്മീയ ആരോഗ്യം വരുന്നത്, ആത്മീയ ജ്ഞാനം. 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോഴാണ് യേശുവാരാ, ദൈവമാരാ, പരിശുദ്ധാത്മാവെന്താ, സഭയെന്താ, രക്ഷയെന്താ, രക്ഷാനന്തര ജീവിതം എന്താ, സ്നാനമെന്താ, സ്നാനാനന്തരം എങ്ങനെ ജീവിക്കേണ്ടത് എന്നിത്യാദി ബോധ്യങ്ങളൊക്കെ ഒരു 10 കഴിഞ്ഞ് 12, 13 ആകുമ്പോഴേ വരൂ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മിലേക്ക് വരുന്ന ശക്തി ഏതാ? ആത്മീക ശക്തിയാണ്. ആദ്യം വരുന്നത് ഏതാ? ശാരീരികം. രണ്ടാമത് വരുന്നത് ഏതാ? മാനസികം. തറ, പന, പറ എന്നൊക്കെ എഴുതി പഠിച്ച് ABCD 1 2 3 ഒക്കെ എഴുതി പഠിച്ച് കഴിഞ്ഞാണ് പിന്നെ ആത്മീയ കാര്യങ്ങൾ നമ്മിലേക്ക് വരുന്നത്. മനസ്സിലായോ? ആത്മീയ ബോധം. അപ്പം ആദ്യം ശാരീരികം, 2 മാനസികം, 3 ആത്മീയം. പക്ഷേ ഏറ്റവും അവസാനം വരെ നമ്മോടൊപ്പം നിൽക്കുന്ന ശക്തി ഏതാണെന്നറിയാമോ? ആത്മീക ശക്തിയാണ്. ഏറ്റവും അങ്ങ് ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുക, അത്യാസന്ന നിലയിൽ കട്ടിലെ കിടക്കുമ്പോഴും 2 ചുമ നടത്തുന്നതിനിടയിൽ കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അപ്പച്ചനോ അമ്മച്ചി ഒരു സ്വോത്രം പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താ? ആ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ആത്മീക ശക്തിയാണ്. പക്ഷേ പഠിച്ചതെല്ലാം മറന്നുപോയി, ഒന്നും ഓർക്കുന്നില്ല. ബന്ധങ്ങളെല്ലാം മറന്നുപോയി. അടുത്ത് വന്ന് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മകളാണോ, മകനാണോ, മരുമകനാണോ, കൊച്ചുമക്കളാണോ, ഇതൊന്നും അമ്മച്ചിക്ക് തിരിച്ചറിയത്തില്ല. എന്നാലും സ്വോത്രം പറയും, അന്യഭാഷ പറയും. കാരണം ശാരീരിക ശക്തി നഷ്ടപ്പെട്ടു, മാനസിക ശക്തി നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ഏതാണത്? ആത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മിക ശക്തീകരണം ഏറ്റെടുക്കണം. ഇവിടെ ഒന്നാമത്തെ ചിന്ത, നിങ്ങൾ ശക്തരാകയാൽ. കണ്ടില്ലേ, എത്ര കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു ആത്മിക ശക്തീകരണം ഏറ്റെടുക്കുവാൻ, ആത്മനിറവ് പ്രാപിക്കണം. എഫെസ്യ ലേഖനം 1:19 പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും എഫെസ്യർ 1:19 എല്ലാവരും അറിയണം ആത്മാവിൻ്റെ ശക്തി. വിശ്വസിക്കുന്ന നിങ്ങളിലേക്ക് അഭിഷേകത്തിൻ്റെ നിറവ് വ്യാപരിക്കപ്പെടണം. നിങ്ങൾ ശക്തരാകയാൽ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ദൈവവചനം നിങ്ങളിൽ വസിക്കയാൽ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത് വാക്യത്തിലെ 3 ചിന്തകളിൽ രണ്ടാമത്തേതിലേക്ക് നമ്മൾ വരികയാണ്. രണ്ടാമത്തെ എന്തോ പറയുന്നേ? വചനം നിങ്ങളിൽ വസിക്കയാൽ. എത്ര കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുണ്ട് ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു എന്ന കാര്യം? വചനം നിങ്ങളിൽ വസിക്കുന്നെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വചനം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നല്ല എൻ്റെ ചോദ്യം, വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. വചനം വസിക്കുക എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ അനുഭവമാണ്. ശ്രദ്ധിച്ചോണം. യൂട്യൂബിലുള്ള പ്രിയപ്പെട്ടവൻ ശ്രദ്ധിക്കണം. വചനം വസിക്കുക എന്ന് പറഞ്ഞ 10 വാക്യം കാണാതെ പഠിക്കുന്നതല്ല. വേദപുസ്തകം വാനിറ്റി ബാഗിനകത്ത് കൊണ്ടു നടക്കുന്നതുമല്ല. വേദപുസ്തകം അലങ്കാരമായി അലമാരയ്ക്കകത്ത് വെച്ചേക്കുന്നതോ പാഠപുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെച്ചേക്കുന്നതോ അല്ല. പിന്നെ എന്താണ് വചനം വസിക്കുക? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം ആളത്വമായി നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യണം. വചനം ആളത്വമായി നമ്മിൽ വസിക്കണം. വചനത്തിനൊരു വ്യക്തിത്വമുണ്ട്, അറിയാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പോൾ വചനം ഉള്ളിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ ആര് വസിക്കണം അകത്ത്? കർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. വചനത്തെ ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മുടെ ഉള്ളിലാക്കുകയാണ്. മോനെ, വചനം വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണിൽ വചനം വസിക്കണം, നാവിൽ വചനം വസിക്കണം, കൈകളിൽ, മനസ്സിൽ, മനസാക്ഷിയിൽ വചനം വസിക്കണം. നാവിൽ വചനം വസിക്കുന്ന ഒരാൾക്ക് വചനം അനുശാസിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ, അറിയാമോ? കണ്ണിൽ വചനം വസിക്കുന്ന ഒരാൾക്ക് കണ്ണിൽ വചനമുണ്ടെങ്കിൽ അരുതരുതാത്തതൊന്നും കാണാൻ ഈ കണ്ണിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അരുതരുതാത്തത് പറയാൻ നാവിനെയും, അരുതരുതാത്ത തൊടാൻ കൈകളെയും, അരുതരുതാത്ത വഴിയിലൂടെ പോകാൻ കാലുകളെയും വിട്ടുകൊടുക്കാൻ നമുക്കാവില്ല. കാരണം നമ്മിൽ എന്തോ വസിക്കുന്നു? വചനം വസിക്കുന്നു. വചനം വാഹിയായി നമ്മൾ മാറാൻ കഴിയണം. ശ്രദ്ധിച്ചേ, വചനവാഹിയായി ഒരാൾക്ക് മാറാൻ കഴിഞ്ഞാൽ ആ പോകുന്ന വഴിയിലെല്ലാം വചനാധിഷ്ഠിത ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയും. പഠിക്കുന്ന കോളേജിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വചനവിരുദ്ധമായ നിലപാടുകൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ തൻ്റെ ഇടത്തോട് അതിനോട് നോ പറയാൻ നിങ്ങൾക്ക് കഴിയണം. തൻ്റെ ഇടമായി നോ പറയാൻ കഴിയണം. എന്താ കാര്യം? എനിക്ക് പറ്റില്ല, എനിക്കിത് കഴിക്കാൻ പറ്റില്ല, എനിക്കിത് കുടിക്കാൻ പറ്റില്ല, അയ്യോ എനിക്ക് ഈ ടൈപ്പിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല. എന്താ കാര്യം? വചനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. വചനമകത്ത് വസിക്കുന്നവൻ വചനാധിഷ്ഠിതമായി മാത്രമേ ഇടപെടുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ,
ശൗലിൻ്റെ വസ്ത്രം അഴിച്ച് ദാവീദിനെ ധരിപ്പിച്ച് അരയിൽ ആ വാള് കെട്ടിവെച്ച് മുൻപിൽ പടച്ചട്ടയും പടനായകനെയൊക്കെ കൊടുത്ത് ദാവീദിനെ പറഞ്ഞയക്കുന്നു. 2 ചുവടങ്ങോട്ട് നടന്നിട്ട് ദാവീദ് തിരിഞ്ഞു നിന്ന് പറയുന്നു, എനിക്കിത് ബാക്കി പറ ശീലമില്ലായികയാൽ, എനിക്കിത് ശീലമില്ലായികയാൽ എനിക്ക് വേണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, വചനം അനുസരിക്കുന്ന ഒരുവൻ എല്ലാ ശീലങ്ങളുമായി പൊരുത്തപ്പെടത്തില്ല. അവന് വേറിട്ടൊരു ശീലമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? വചനമകത്തുള്ളവന് വേറൊരു ശീലമാണ്. കൂട്ടുകാരെത്ര നിർബന്ധിച്ചാലും ആവശ്യമില്ലാത്ത ശീലങ്ങളിലേക്ക് അവന് പോകാൻ പറ്റില്ലെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ബാബിലോണിൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കുവാൻ ദാനിയേലിനെയും കൂട്ടരെയും നിർബന്ധിക്കുമ്പോൾ അവർ വന്ന് പറയുന്നത്, ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. ഉണ്ടോ? മക്കൾക്കറിയാമോ? കുഞ്ഞുങ്ങൾക്കറിയാമോ വാക്യം? ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിലൊരു പ്രമാണമുള്ളത് കൊണ്ട്. പ്രമാണമുള്ളവനെല്ലാം കഴിക്കാൻ പറ്റത്തില്ല, പ്രമാണമുള്ളവനെല്ലാം കുടിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, ഇത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോ, ഞങ്ങൾക്ക് വെള്ളം മതി, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം വെജിറ്റബിൾ മതി, ഞങ്ങളത് കഴിച്ചോടാം. പക്ഷെ രാജാവിൻ്റെ കൽപ്പന ഇവർ ഈ രാജഭോജനം കഴിക്കണമെന്നതാ. പക്ഷെ അകത്ത് പ്രമാണമുള്ളവൻ പറയുക, ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുതെന്ന് പ്രമാണമുള്ള ജനതയാണ് ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. കണ്ടോ? ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും പെന്തക്കോസ്തിൻ്റെ തനത് ഉപദേശങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ഉള്ളിൽ വചനം വഹിക്കുന്നു. നാം വചനം വഹിക്കുന്നവരാ. മാതാപിതാക്കൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് വിദേശങ്ങളിലേക്കൊക്കെ അയക്കുമ്പം, മറ്റുതര സംസ്ഥാനങ്ങളിലേക്ക് അയക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾ അരുതരുതാത്തതിലൊന്നിലും ഇടപെടാതിരിക്കാൻ നിങ്ങൾ കണ്ണുനീര് ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്തോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരാപത്താകാതിരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാത്മികരാകാതിരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലൗകികതയിലും നിയമവിരുദ്ധ ലൈംഗികതയിലും പെട്ടുപോകാതിരിക്കാൻ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്ത 3-ാമത്തെ ചിന്ത അവിടെ പറയുന്നത്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ എന്നാണ്. ദുഷ്ടനെ ജയിക്കണം. ആരമോനെ ദുഷ്ടൻ? യുവതി യുവാക്കന്മാരുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ 3 പ്രധാന ശത്രുക്കളുണ്ട്. അതാണ് ദുഷ്ടൻ എന്ന് പറയുന്നത്. 3 പ്രധാന ശത്രുക്കൾ. 1-ാമത്തെ ശത്രു നമ്മുടെ ജഡം തന്നെയാണ്. 2-ാമത്തെ ശത്രു ലോകം തന്നെയാണ്. 3-ാമത്തെ ശത്രു സാത്താൻ തന്നെയാണ്. ഈ 3 ശത്രുക്കളെയും ജയിക്കുവാൻ നാം ആത്മീയരായേ പറ്റൂ. അതാണ് നമ്മിലേക്ക് ശക്തി വേണ്ടുന്നത്. അഭിഷേകത്തിൻ്റെ നിറവുള്ളവനെ കീഴ്മേൽ മറിക്കാൻ, അഭിഷേകത്തിൻ്റെ തികവുള്ളവനെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിനോ ജഡത്തിനോ പിശാചിനോ കഴിയത്തില്ല. നമ്മുടെ ജഡം നമ്മെ ചതിക്കുന്നതാകട്ടോ. ആവശ്യം പോലെ അനുകൂലമായ നിലപാട് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, അനുകൂലമായ അവസരങ്ങൾ ഒത്തുകിട്ടുമ്പോൾ ആത്മീയത മറന്ന്, പാടി ആരാധിച്ചത് മറന്ന്, പ്രസംഗം കേട്ടത് മറന്ന്, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് മറന്ന്, ദിക്കും പക്കം നോക്കി ആരുമില്ലെങ്കിൽ ആ തിന്മയിലേക്ക് ഇറങ്ങിപ്പോകാൻ ചിലപ്പോൾ നമുക്ക് പ്രേരണ ഉണ്ടാകാം. അത് ജഡം നമ്മെ ചതിക്കുന്നത്. അനുകൂലമായ സാഹചര്യത്തിൽ ജഡം പാപത്തോടെ ഏകീഭവിക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ അടക്കാം നമുക്ക് കഴിയണമെങ്കിൽ അഭിഷേകത്തിൻ്റെ തികവ് നമ്മിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഈ 3 ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെയാ ദൈവസഭയ്ക്ക് വേണ്ടുന്നത്. ഈ 3 ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെയാ കർത്താവിന് വേണ്ടുന്നത്. ഈ 3 ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിലേക്കാണ് സഭയെ നാളെ ദൈവം തരാൻ പോകുന്നത്. ആ ആഗ്രഹം എത്ര മക്കളുടെ ഉൾത്തടത്തിലുണ്ട്? കർത്താവേ, വചനം എന്നിൽ വഹിക്കണം. സ്തോത്രം. വചനത്തെ ഞാൻ വഹിക്കുന്ന വ്യക്തിയാകണം. മാത്രമല്ല, എനിക്ക് ദുഷ്ടനെ ജയിക്കണം. എന്നെ തോൽപ്പിക്കരുത് പിശാച്. എൻ്റെ മോഹങ്ങളും എൻ്റെ പാരവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആത്മീയതയെ തോൽപ്പിക്കാനിടയാകരുത്. ഈ തിന്മയോട് നോ പറയാനുള്ള ആർജവത്വം എനിക്ക് തരണം. അതാഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ.